യെസ്, വീഡിയോ ഓഡിയോ എല്ലാം ഓക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയും ഓഡിയോയും എല്ലാം ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ് എന്ന് എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ, കെമിസ്ട്രിയുടെ, അതും ഓർഗാനിക് കെമിസ്ട്രിയുടെ സ്പെഷ്യൽ ക്വിക്ക് റിവിഷനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ അവിടെ റിവിഷൻ ക്ലാസ്സിന്, ക്വിക്ക് റിവിഷന് കയറുന്ന കുട്ടികൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന കഴിഞ്ഞ എപ്പിസോഡിൻ്റെ വീഡിയോ കാണണം. അതിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുള്ള എല്ലാ ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഫ്രീ റാഡിക്കൽസ്, ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോഫൈൽ, ഹൈപ്പർ കോൺജുഗേഷൻ, മീസോമെറിക് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുണ്ടായി. സിസ്റ്ററാൻസ് ഐസോമെറിസം ഡിസ്കസ് ചെയ്യുണ്ടായി. കുറച്ച് റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്യുണ്ടായി. എല്ലാം നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഹൈപ്പർ കോൺജുഗേഷൻ വരെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ വളരെ, ഫിനോളിൻ്റെ റെസൊണൻസ് വരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് കാണുക. എന്നിട്ട് മാത്രമേ ഈ രണ്ടാമത്തെ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി ഇഫക്റ്റ് ആയിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസിൽ നിങ്ങളെ വലിപ്പിക്കുന്ന, നിങ്ങളെ പേടിപ്പിക്കുന്ന, കുട്ടികളെ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ആണ് സാറിന് ടപ്പേന്ന് എടുത്തിട്ട് പോകാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം വീണ്ടും നിങ്ങൾക്ക് ഫസ്റ്റത്തെ ബേസിക് ചാപ്റ്റേഴ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, അതുപോലെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ സെഷനും കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് KBS അക്കാഡമിയിലെ കുട്ടികൾക്ക്. അങ്ങോട്ട് പോകാം, അല്ലാത്തവർക്ക് ലൈവിൽ കയറാം. അതും നിങ്ങളിന്ന് കാണണം. ഇതെല്ലാം കണ്ട് നമ്മൾ അടിപൊളിയായിട്ട് വളരെ രസമായിട്ട് വേണം രസതന്ത്ര പരീക്ഷയ്ക്ക് പോകാൻ. We are going to rock, my dear students. Here we go. Hydrocarbons. Yes. ഹൈഡ്രോകാർബൺസ്. സോ ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് എന്തെല്ലാം നിങ്ങൾക്കറിയാം? ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് എന്തെല്ലാം നിങ്ങൾക്കറിയാം? ഒന്ന് പറയൂ സാർ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കട്ടെ. ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് എന്തെല്ലാം നിങ്ങൾക്കറിയാം? ഒന്നുമില്ല, പേരിലുള്ള പോലെ തന്നെ ഹൈഡ്രജനും കാർബണും തമ്മിലുള്ള കോമ്പൗണ്ട്സിനെ ഹൈഡ്രോകാർബൺസ് എന്ന് പറയും. അതിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സിംഗിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കെയിൻ എന്നും, ഡബിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കീൻ എന്നും, ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കൈൻ എന്നും പറയും. ഇവിടെ ഞാൻ അതിനൊന്നല്ല വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ ഹൈഡ്രോ കാർബൺസിന് ഏത് റിയാക്ഷൻ വന്നാലും ഞാനൊരു കൈ നോക്കുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പോകും. നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ബുക്കിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം എഴുതിക്കോ. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് സാറ് ഗസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏത്? യെസ്, അരോമാറ്റിസിറ്റി. പ്ലീസ് ടേക്ക് ഡൗൺ. നമുക്ക് ഈ ചാപ്റ്ററിന് ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അരോമാറ്റിസിറ്റി. വേഗം നോട്ട് ചെയ്യണേ, നമുക്ക് ക്വിക്കായിട്ട് പോകണം. അപ്പോൾ എന്താ അരോമാറ്റിസിറ്റി? നമുക്ക് എങ്ങനെ ചോദ്യം വരിക? ഞാനിപ്പോൾ ചോദ്യം മാത്രമാണ് പ്രയോറിറ്റി കൊടുത്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ടാണ് പോണത്. നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു കോമ്പൗണ്ട് നമുക്ക് അവർ തരും. ഇത് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് നോക്കണം. എങ്ങനെയാണ് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് നോക്കുക? അതിന് നമ്മളെ സഹായിക്കുന്ന റൂളിൻ്റെ പേരാണ് ഹക്കൽസ് റൂള്. ഹക്കൽസ് റൂള് അല്ലെങ്കിൽ 4n+2 റൂൾ എന്ന് പറയും. എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട്? ടൈപ്പ് യെസ്. നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. നാളെ പരീക്ഷയ്ക്ക് ഇത് ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും, നമ്മൾ അടിച്ച് തകർത്തിരിക്കും. 4n+2 റൂള് നമുക്ക് തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ നോക്കാനുള്ള ഏറ്റവും വലിയ അടിപൊളി മെത്തേഡാണ്. നമ്മളെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഹക്കൽസ് റൂള് അഥവാ 4n+2 റൂള്. എനിക്കറിയാം എൻ്റെ മക്കൾക്കൊക്കെ റെഡിയാണ്. ക്വസ്റ്റ്യൻ റെഡി? ആർ യു റെഡി ഫോർ ദ ക്വസ്റ്റ്യൻ? ലെറ്റ് us see about അരോമാറ്റിസിറ്റി. നാളെ അരോമാറ്റിസിറ്റി ചോദിച്ചാൽ ഞങ്ങൾ പൊളിക്കും സാർ. ഞങ്ങൾ പൊളിച്ചെടുക്കും സാർ. ഹിയർ വി ഗോ. നമുക്ക് കോമ്പൗണ്ട് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് 4 സാമ്പിൾ തരുന്നുണ്ട്. ഒന്നാമത്തെ കോമ്പൗണ്ട്, ഒന്നാമത്തെ മോളിക്യൂൾ എഴുതിക്കോ. ഇത് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് 4n+2 റൂളോ ഹക്കൽസ് റൂളോ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ആ റൂൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് തന്നിട്ടുള്ളൊരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കിയാലോ? ആർ യു റെഡി ഫോർ ദാറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? ആർ യു റെഡി? യെസ്, ഓഫ് കോഴ്സ്. ഐ ലൈക്ക് യുവർ റെസ്പോൺസ്. യെസ്. നോക്കിയേ, ഇങ്ങനൊരു സാധനം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ സോ സിമ്പിൾ മൈ ഡിയർ സ്റ്റുഡൻസ്. ആദ്യം നമ്മൾ ഈ റിങ്ങിനകത്ത് എവിടെയെങ്കിലൊക്കെ ഡബിൾ ബോണ്ട് തന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് എഴുതണം നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ്.
നമുക്ക് തന്ന കോമ്പൗണ്ടിൽ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ഇൻസൈഡ് റിംഗ്, നോട്ട് ദ പോയിന്റ്, ഇൻസൈഡ് റിംഗ്. അകത്ത് എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ? ആർക്ക് പറയാൻ പറ്റും എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? സാർ ഇവിടെ ഒരെണ്ണുണ്ട് സാർ, ഇവിടെ ഒരെണ്ണുണ്ട് സാർ. നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് 2 ആണെങ്കിൽ ആ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും പൈ ഇലക്ട്രോൺസ് എന്ന് നമ്മൾ എഴുതണം. എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ഇൻറ്റു 2. ഇതെന്താ സാധനം? നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ഇൻസൈഡ് ദ റിംഗ്. എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ ഇൻറ്റു 2 ചെയ്തിട്ട് അത്രയും പൈ ഇലക്ട്രോൺസ് നമ്മളിവിടെ എഴുതും. എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ഇൻറ്റു 2. ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട് സാർ, അത് ഇൻറ്റു 2, 4 പൈ ഇലക്ട്രോൺസ് എഴുതി. ഇനി നമ്മൾ ഹക്കൽസ് റൂളും കൂടി നോക്കുക. ഹക്കൽസ് റൂളിനെ പറയുന്ന പേരാണ് എന്ത്? 4n+2 റൂൾ. 4n+2 റൂൾ. അതിൽ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിംഗ് ആണ്. പൊന്നു മക്കളെ ഇവിടെ ഒറ്റ റിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു നമ്പർ ഓഫ് റിംഗ് 1 ആണ്. 1+2. അപ്പോൾ 4 ഇൻറ്റു 1, 4+2, വി വിൽ ബി ഗെറ്റിംഗ് 6. അതിൽ വരുന്നത് ഹക്കൽസ് റൂൾ പ്രകാരം നമുക്ക് 6 പൈ ഇലക്ട്രോൺസും നിയമവശാൽ നമ്മൾ കണക്കാക്കിയത് 4 ആണ്. ഇത് രണ്ടും തുല്യമല്ല. ബോത്ത് ആർ ഡിഫറെൻറ്റ്, നോട്ട് ഈക്വൽ. സോ ദ ഗിവൺ കോമ്പൗണ്ട് ഓർ ഗിവൺ മോളിക്യൂൾ ഈസ് നോൺ അരോമാറ്റിക്. ഇത് അരോമാറ്റിക് അല്ല. എത്ര പേർക്ക് മനസ്സിലായി? രണ്ടാമത്തെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാവും. ദ ഗിവൺ കോമ്പൗണ്ട് ഈസ് നോൺ. ഒരു പക്ഷേ ഇവിടെയും 4 വന്നിരുന്നെങ്കിൽ ഇറ്റ് ഈസ് അരോമാറ്റിക്. ഇതും സെയിം ആവണം. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? തന്നിട്ടുള്ളൊരു മോളിക്യൂളിൻ്റെ എത്ര ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നോക്കി. ആ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത്രയും പൈ ഇലക്ട്രോൺസ് ആണ് നമ്മളിവിടെ എഴുതി. അത്രയും പൈ ഇലക്ട്രോൺസ് എഴുതി. ഇനി നമ്മൾ 4n+2 റൂള്, ഈ ഹക്കൽസിൻ്റെ 4n+2 റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ n സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് റിംഗ് ആണ്. ഈ തന്ന സാധനത്തിൽ ഒറ്റ റിങ്ങേ ഉള്ളൂ. ആ റിംഗ് എന്നിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് 4 ഇൻറ്റു 1, 4+2 6 ആണ് ഇവിടെ കിട്ടുന്നത്. അവിടെ കിട്ടിയത് 4ഉം ഇവിടെ 6ഉം രണ്ടും ഈക്വൽ അല്ല, ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇത് അരോമാറ്റിക് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര പേര് റെഡി? പ്ലീസ് ടെൽ മീ യെസ് ഇഫ് യു ആർ റെഡി. യെസ്. എല്ലാവരും ശ്രീഹരി, അർജുൻ, ശ്രീഷ്മ, കൗശിക്, ശ്രേയ, വരുൺ എല്ലാവരും ചാർജ് ആയിട്ടിരിക്കുകയാണ് ചെയ്യാൻ. വെരി ഗുഡ്. യദു വെരി ഗുഡ്. നസീമ ഗുഡ്, വെരി ഗുഡ്. റെഡി. അടുത്ത കോമ്പൗണ്ട്. സമയമില്ല. എൻ്റെ സമയത്തിനല്ല വില, നിങ്ങളുടെ സമയത്തിനാണ് മക്കളെ വില. ഇത് രണ്ടാമത്തെ കോമ്പൗണ്ട്, രണ്ടാമത്തെ മോളിക്യൂൾ. ടേക്ക് ഡൗൺ, പ്ലീസ് ടേക്ക് ഡൗൺ. യെസ്. ഈ തന്നിട്ടുള്ള സാധനം അരോമാറ്റിക് ആണോ അല്ലയോ? ഹക്കൽസ് റൂള് നോക്കാലോ സാർ. എങ്ങനെയാണ് സാർ? നോക്കാം സാർ. നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്, എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് സാർ? പ്ലീസ് പോസ്റ്റ് ഇൻ ചാറ്റ് ബോക്സ്. എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 1, 2, 3, 4, 5 ആണ് സാർ. 5. ഓക്കെ. സോ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് ഇൻറ്റു 2. നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി വിൽ ബി ഗെറ്റിംഗ് 10 പൈ ഇലക്ട്രോൺസ്. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ രാമേട്ടനല്ല, ഹക്കലേട്ടൻ്റെ റൂള്. ഹക്കൽസ് റൂൾ എന്താണ് മക്കളെ? ഹക്കൽസ് റൂളിൽ ക്രോസ് ചെക്കിംഗ്. 4n+2 റൂൾ. n സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് റിംഗ്. ഇവിടെ എത്ര റിംഗ് ഉണ്ടടാ? കണ്ണ് കാണുന്നവർ പറയേ, എത്ര റിംഗ് ഉണ്ട് സാറേ? ഇതൊരു റിംഗ്. 2 റിംഗ് ഉണ്ട് സാർ. there are 2 rings in the given question. So substitute ചെയ്യുന്ന സമയത്ത് 4 ഇൻറ്റു 2 റിംഗ് ഉള്ളതുകൊണ്ട് 2 ഇട്ടു, +2 റൂള്. 4 ഇൻറ്റു 2 8, 8+2 10 ആണെന്നാണ് പണ്ട് 1ാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതുന്നു 10 പൈ ഇലക്ട്രോൺസ് ഇവിടെയും. പൊന്നുമക്കളെ രണ്ടും ഈക്വലായി. ഇവിടെ രണ്ടും സെയിം ആയി. സോ ദ ഗിവൺ കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക്. How is this, my dear students? Is it superb or not? Please respond. How many of you are telling that, sir, it is superb nice? സാറേ ഹക്കൽസ് റൂളൊക്കെ ഇത്രേ ഉള്ളൂ സാറേ. അരോമാറ്റിസിറ്റിയൊക്കെ ഇത്രേ ഉള്ളൂ സാറേ. സീനേ ഇല്ല. അടിപൊളിയായിട്ട് മനസ്സിലായി സാറേ. ഹക്കൽസ് റൂൾ എന്നൊരു മാറ്ററേ അല്ല. അടിപൊളി. യെസ്. ഗുഡ് ജോബ്. ക്ലിയർ ആയി. ഒരു 2 ക്വസ്റ്റ്യൻ കൂടി വേഗം ചെയ്തിട്ട് അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. ഹൗ മെനി ഓഫ് യു റെഡി ഫോർ 2 more questions? റിങ്ങിനകത്തുള്ള ഡബിൾ ബോണ്ടാണ് കൂട്ടേണ്ടത്, റിങ്ങിന്റെ പുറത്തുള്ള കോമ്പൗണ്ട് അല്ല. 3
Look at the question, my dear students. Look at this question. Yes. 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 Do it as your own and tell me whether this compound is aromatic or not. ചിലപ്പോൾ 2 കുത്ത് തരും, ചിലപ്പോൾ ഒരു മൈനസാ തരിക, ചിലപ്പോൾ 2 കുത്തായിട്ടാ തരിക, ചിലപ്പോൾ അവർ ഒരു മൈനസ് ആയിട്ടാ തരിക, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു മൈനസ് ഇട്ടിട്ടാ തരിക, രണ്ടാണെങ്കിലും. യെസ് യെസ് യെസ്, ടെൽ മീ, പ്ലീസ് ടെൽ മീ ഇഫ് ഇറ്റ് ഈസ് അരോമാറ്റിക് ഓർ നോട്ട്. പ്ലീസ് പോസ്റ്റ്. ഐ നീഡ് യുവർ റെസ്പോൺസ്. ഐ നീഡ് യുവർ റെസ്പോൺസ്. വേഗാവട്ടെ വേഗാവട്ടെ. ഇത് അരോമാറ്റിക് ആണോ അല്ലയോ? പ്രദീപ് പറയുന്നുണ്ട് അരോമാറ്റിക് എന്ന്. വെരി ഗുഡ്. വാട്ട് അബൌട്ട് അതേഴ്സ്? വാട്ട് അബൌട്ട് അതേഴ്സ്? ശ്രീലക്ഷ്മി പറയുന്നത് അരോമാറ്റിക് ആണെന്ന്. വാട്ട് അബൌട്ട് അതേഴ്സ്? ഒരാളും നോൺ അരോമാറ്റിക് ഇല്ല, അഭിപ്രായമില്ല, സമയം കളയുന്നില്ല. എല്ലാവരും അരോമാറ്റിക് അരോമാറ്റിക് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഡബിൾ ബോൺസ്. നമ്പർ ഓഫ് ഡബിൾ ബോൺസ് എത്രയുണ്ട് നോക്കുക. എത്ര നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്? 1 1 2 സോ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ഇൻറ്റു 2. അപ്പം എത്ര കിട്ടും? 4 പൈ ഇലക്ട്രോൺസ്. പൊന്നു മക്കൾ ചിന്തിക്കണം, ഇവിടെ 4ൽ ഒതുക്കരുത്. പുറത്ത് 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, പുറത്തൊരു മൈനസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, കണ്ട? 2 ലോൺ ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ട്. അതും കൂടി നമ്മൾ കൂട്ടണം ഇവിടെ. അതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട്, ഇത് പലർക്കും അറിയില്ല, അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. പുറത്ത് 2 ഇലക്ട്രോൺ തന്നാൽ, പുറത്ത് ബോണ്ട് തന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പുറത്ത് ഡബിൾ ബോണ്ട് തന്നാൽ മൈൻഡ് ചെയ്യണ്ട. ഡബിൾ ബോണ്ട് റിങ്ങിൻ്റെ അകത്തുനിന്ന് എടുത്താൽ മതി. ഡബിൾ ബോണ്ട് റിങ്ങിൻ്റെ അകത്തുനിന്ന് മാത്രം എടുത്താൽ മതി. പക്ഷേ പുറത്ത് 2 കുത്ത്, 2 ഇലക്ട്രോൺ തന്നിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടി നമ്മളിവിടെ പൈ ഇലക്ട്രോൺസ് ആയിട്ട് കൂട്ടണം. മനസ്സിലായോ ഇല്ലയോ? എത്ര പേർക്ക് മനസ്സിലായി? സേ യെസ്. 4 2 6 ആയപ്പോൾ യെസ്. എത്ര പേർക്ക് മനസ്സിലായി? പുറത്ത് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടേണ്ട മക്കളെ. പക്ഷെ പുറത്ത് 2 കുത്തുണ്ടെങ്കിൽ അതിനെയും കൂടി കൂട്ടിയപ്പോൾ ഇവിടെ എത്ര പൈ ഇലക്ട്രോൺസ് ആണ്? 6 ആണ്. എങ്ങനെയാണ്? ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് 2 2 4, ഈ 2 6, 6 പൈ ഇലക്ട്രോൺസ്. 6 പൈ ഇലക്ട്രോൺസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ശരിക്കും നമ്മൾ 2 ഡബിൾ ബോണ്ട് ആകുമ്പോൾ 2 × 2 4 ഉള്ളൂ. പക്ഷേ 4ൻ്റെ കൂടെ പുറത്ത് തന്നിരിക്കണ ഈ കണ്ണുകൾ അതും കൂടി കൂട്ടി 6 ആക്കണം. പുറത്ത് ഡബിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട. പുറത്ത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഉള്ളിലുള്ള ഡബിൾ ബോണ്ട് മാത്രം മൈൻഡ് ചെയ്താൽ മതി. ഇനി 4n+2 റൂള്. 4n+2 എത്ര റിംഗ് ആണ്? ഒരു റിംഗ്, 1 റിംഗ്, ഓൺലി 1 റിംഗ്. സോ 4 × 1+2. അപ്പോൾ 4 × 1 4 + 2 6 പൈ ഇലക്ട്രോൺസ്. സോ ശരിക്കും ഇത് രണ്ടും സെയിം ആണ്. സോ ഇത് 6 ആണ്, അതും 6 ആണ്. സോ ദിസ് ഈസ് അരോമാറ്റിക്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ് ആസ് അരോമാറ്റിക്? ആ 2 കുത്ത് നിങ്ങളെ പഠിപ്പിക്കാനാണ് സാർ ഈ കോമ്പൗണ്ട് ഇട്ടത്, ഈ മോളിക്യൂൾ ഇട്ടത്. ആ 2 ഡോട്ട് നിങ്ങളെ പഠിപ്പിക്കാനാണ് സാർ ആ മോളിക്യൂൾ ഇട്ടത്. ആ 2 ഡോട്ട് നിങ്ങളെ പഠിപ്പിക്കാനാണ് സാർ ആ മോളിക്യൂൾ ഇട്ടത്. സെറ്റാണോ അല്ലയോ? സെറ്റാണോ അല്ലയോ? യെസ് യെസ്, ഓഫ് കോഴ്സ്. ഗുഡ് ഗോയിങ്, ഗുഡ് ഗോയിങ്, ഗുഡ് ഗുഡ്. യെസ്. ഒരു കോമ്പൗണ്ട് പുറത്ത് ഡബിൾ ബോണ്ട് വരുന്ന ഒരു കോമ്പൗണ്ട് വേണമെന്ന് വരുണ് ചോദിച്ചിട്ടുണ്ട്. ഇതാ വരുന്നത്, നോട്ട് ചെയ്തോ. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. ഇനി അതുകൊണ്ട് നാളെ അരോമാറ്റിക്കിൻ്റെ മാർക്ക് പോകരുത്. ഇതാ പുറത്ത് ഡബിൾ ബോണ്ട്. പുറത്ത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ടാന്ന്. പുറത്ത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട, അത്ര തന്നെ. പുറത്ത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട. പുറത്ത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്ത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ പൈ ഇലക്ട്രോൺസ് ഒക്കെ എടുക്കേണ്ട. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഡബിൾ ബോണ്ട്. നമ്പർ ഓഫ് ഡബിൾ ബോൺസ് 2. നമ്പർ ഓഫ് ഡബിൾ ബോൺസ് 2. സോ 2 × 2 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ 4 പൈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ കിട്ടുന്നത്. പുറത്തുള്ളത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പുറത്തുള്ള ഡബിൾ ബോണ്ട് നമ്മൾ പക്ഷെ പുറത്ത് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് എടുക്കണം. പുറത്ത് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എടുക്കണം. പക്ഷെ പുറത്ത് ഡബിൾ ബോണ്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. 4n+2 റൂള് നോക്കാം. 4n+2 4 × എത്ര റിംഗ് ആണുള്ളത്? ഓൺലി 1 റിംഗ്. സോ 4 + 2 ഇറ്റ് ഈസ് 6 പൈ ഇലക്ട്രോൺസ്. ഹിയർ ഇറ്റ് ഈസ് 4. സോ ദിസ് ഈസ് ഡിഫറെൻറ്റ്. ഡിഫറെൻ്റ് ആണെങ്കിൽ എന്താണിത്? അരോമാറ്റിക്കോ നോൺ അരോമാറ്റിക്കോ? ഇറ്റ് ഈസ് നോൺ അരോമാറ്റിക്. നോൺ അരോമാറ്റിക്. സാറേ വെറും 10 മിനിറ്റ് കൊണ്ട് ഹക്കൽസ് റൂളും അരോമാറ്റിസിറ്റിയും കയ്യിലായി. ഇനി ഇത് ഏത് ചോദ്യം വന്നാലും ഞങ്ങൾ പൊളിക്കും. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്?
ഇത്രയേ ഉള്ളൂ. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് സാറേ ഇനി ഇതിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞങ്ങൾ പിടയ്ക്കും, സാറേ ഇനി ഇതിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞങ്ങൾ പിടയ്ക്കും. യെസ് യെസ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്, വെരി വെരി ഗുഡ്. യെസ്, ഇനി ഈ ചാപ്റ്ററിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു അടിപൊളി ചോദ്യമാണ് സാർ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? അടിപൊളിയാണ് ഈ റിയാക്ഷൻ, സൂപ്പർ റിയാക്ഷനാണ്. എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? എത്ര പേർക്ക് അറിയാം സാർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സാർ? സാർ ഐ ഹാവ് ഹേർഡ് അബൌട്ട് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഐ നോ ദാറ്റ്. ഇത് 5 മിനിറ്റ് കൊണ്ട്, ഇത് 5 മിനിറ്റ് കൊണ്ട് എത്ര പേർക്ക് മാർക്കോണിക്കോഫ് റൂൾ പഠിക്കണം? വെറും 5 മിനിറ്റ് കൊണ്ട് സാറേ മാർക്കോണിക്കോഫ് റൂൾ എനിക്ക് പഠിക്കണം. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? സാറേ വെറും 5 മിനിറ്റ് കൊണ്ട് മാർക്കോണിക്കോഫ് റൂൾ എനിക്ക് പഠിക്കണം. എത്ര പേർക്ക് വേണം? പ്ലീസ് ടെൽ മീ. യെസ്, റെഡിയാണ്, റെഡിയാണ്. ഗുഡ്, ഗുഡ് ഗോയിങ്, ഗുഡ് ഗോയിങ്, ഗുഡ് ഗോയിങ്. ഇതാ നോക്കിക്കോ, ഇതാ കാണ്. യെസ്, സംഭവം സിമ്പിളേ ഉള്ളൂ. മാർക്കോണിക്കോഫ് റൂളും ആൻറ്റി മാർക്കോണിക്കോഫ് റൂളും അറിയുന്നതിന് മുമ്പ് നമുക്ക് ആകെ അറിയേണ്ട ഒരു സാധനമാണ് ആൽക്കീൻ. എന്താണ് ആൽക്കീൻ? ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് ആൽക്കീൻ. ആൽക്കീൻ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് സിമെട്രിക്കലും ഒന്ന് അസിമെട്രിക്കലും. ഒന്ന് സിമെട്രിക്കലും മറ്റൊന്ന് അസിമെട്രിക്കൽ ആൽക്കീനും. സിമെട്രിക്കലും അസിമെട്രിക്കലും. സിമെട്രിക്കൽ എന്താണ് സാർ പറഞ്ഞുതരാം. ഓക്കെ, സിമെട്രിക്കലും അസിമെട്രിക്കലും. സിമെട്രിക്കലും അസിമെട്രിക്കലും. എന്താ സിമെട്രിക്കൽ എന്നറിയോ നിങ്ങൾക്ക്? എന്താ സിമെട്രിക്കൽ എന്നറിയോ? ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയുള്ള ആളുകൾ വന്നാൽ, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയുള്ള ആളുകൾ വന്നാൽ ഇതിനെ പറയുന്ന പേരാണ് സിമെട്രിക്കൽ ആൽക്കീൻ. ആൽക്കീൻ എന്ന് വെച്ചാൽ സാറേ ഈൻ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം സാർ. സാറേ ഈൻ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം സാർ. അതിൽ സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെയുള്ള ഗ്രൂപ്പ്. ഇനി അസിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കിയേ, ഇത് രണ്ടുമെങ്കിലും പഠിച്ചു വെച്ചാൽ മതി, ഒരുപാട് ആലോചിക്കണ്ട. ഡബിൾ ബോണ്ടിൻ്റെ ഇപ്പുറത്ത് വേറെ സാധനം, ഇപ്പുറത്ത് വേറെ സാധനം. എത്ര പേർക്ക് മനസ്സിലായി? മാർക്കോണിക്കോഫ് റൂള് വൃത്തിക്ക് പഠിക്കുന്നതിന് മുമ്പ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺ. ആൽക്കീനെ 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്, സിമെട്രിക്കൽ ആൽക്കീനും അസിമെട്രിക്കൽ ആൽക്കീനും. സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലുള്ള സാധനങ്ങൾ ഉണ്ടാവും. അസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറൻറ്റ് സാധനങ്ങൾ ഉണ്ടാവും. അസിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡിഫറൻറ്റ് സാധനങ്ങൾ ഉണ്ടാവും. ഇതാണ് സിമെട്രിക്കൽ ആൽക്കീനും അസിമെട്രിക്കൽ ആൽക്കീനും. എന്നാൽ നമുക്ക് നോക്കിയാലോ? റെഡി? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമെട്രിക്കൽ അസിമെട്രിക്കൽ ആൽക്കീനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. മനസ്സിലായി? ആൽക്കീൻ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടുള്ള സാധനം, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ ആൽക്കീൻ എന്ന് വിളിക്കും. അതിൽ സിമെട്രിക്കൽ ആൽക്കീനും ഉണ്ട്, അസിമെട്രിക്കൽ ആൽക്കീനും ഉണ്ട്. ഡബിൾ ബോണ്ടിൻ്റെ 2 വശത്തും ഒരേപോലുള്ള സാധനമാണെങ്കിൽ സിമെട്രിക്കൽ ആൽക്കീൻ, ഡബിൾ ബോണ്ടിൻ്റെ 2 വശത്തും ഡിഫറൻറ്റ് സാധനങ്ങളാണെങ്കിൽ അസിമെട്രിക്കൽ ആൽക്കീൻ. അസിമെട്രിക്കൽ ആൽക്കീൻ. ശരി സാർ, നോക്കാം. നമുക്ക് ഇനി നോക്കാം. ഇതിൻ്റെ ഒരു അഡീഷൻ റിയാക്ഷൻ നമ്മൾ നോക്കാൻ പോവുക. അഡീഷൻ റിയാക്ഷൻ. എന്ത് അഡീഷൻ? അഡീഷൻ ഓഫ് HBr. അഡീഷൻ ഓഫ് HBr. ആദ്യം നമുക്ക് ഇതൊരു അഡൻഡം. ആഡ് ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 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 അഡൻഡം. അഡൻഡം. അപ്പോൾ കുഞ്ഞുമക്കൾ നോക്കിക്കോ, അപ്പോൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? HBr. അപ്പോൾ ആദ്യം സിമെട്രിക്കൽ നോക്കാം. സിമെട്രിക്കൽ എന്താ? സിമെട്രിക്കൽ ആൽക്കീൻ. കുഞ്ഞുമക്കൾ പറയും എന്താ സിമെട്രിക്കൽ ആൽക്കീൻ? സാറിന് പറഞ്ഞല്ലോ. എന്ത് സാറേ? ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലത്തെ സാധനം വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സിമെട്രിക്കൽ ആൽക്കീൻ. നല്ല കാര്യം. ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യാൻ പോവുക? HBr ആഡ് ചെയ്യാൻ പോവുകയാണ് സാർ. വളരെ സന്തോഷം. എന്താണ് ഈ HBrൻ്റെ പ്രത്യേകത? സാറേ HBr പൊട്ടുമ്പോൾ ഇത് പ്ലസും ഇത് മൈനസും ആവും സാർ. വളരെ നല്ല കാര്യം.
അപ്പോൾ ഒരാൾ രണ്ടാളായി സാർ. നല്ല കാര്യം. ഈ രണ്ടാളെ എങ്ങനെ ആഡ് ചെയ്യും സാർ? ഒന്നും നോക്കണ്ടടാ, ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലുള്ള ആളുകൾ തന്നെയല്ലേ, അതുകൊണ്ട് അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. രണ്ടുപേരും ഒരേപോലെയുള്ള ട്വിൻസ് പോലെയുള്ളത്. സിമെട്രിക്കൽ ആൽക്കീനിൽ ഒരു കുഴപ്പമില്ല. H+ ഇങ്ങോട്ട് പോരട്ടെ, Br- ഇങ്ങോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ H CH2ലേക്ക് പോകുമ്പോൾ, ഈ H CH2ലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ അഡീഷൻ റിയാക്ഷൻ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഈ H CH2ലേക്ക് വരുമ്പോൾ CH2 വിൽ ബിക്കം CH3. ഇനി ഇവിടെ Br- ഇങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം CH2Br. ഈ Br അങ്ങോട്ട് പോയപ്പോൾ അതെന്തായി? CH2Br. ഒരു കാര്യം, ഈ ഡബിൾ ബോണ്ടിനെ സാർ സിംഗിൾ ബോണ്ടാക്കും. സാർ എന്ത് പണിയാ സാർ കാണിച്ചത്? എങ്ങനെയാണ് സാർ ഒരു അഡീഷനിൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായത്? എൻ്റെ മക്കളെ, ഒരു ബോട്ടിൽ രണ്ടാൾ കയറുന്ന സ്ഥലത്തേക്ക് രണ്ടാളെയും കൂടി കയറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയും. ഡബിൾ ബോണ്ടുള്ള സ്ട്രെങ്ത് സിംഗിൾ ബോണ്ടായി മാറും. എപ്പോഴും അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഡബിൾ ബോണ്ട് വിൽ ബി കൺവേർട്ടഡ് ടു സിംഗിൾ ബോണ്ട്. ഇവർ കുറച്ച് ആളുകളുള്ള സമയത്ത് സ്ട്രോങ് ആയിരുന്നു, ഡബിൾ ബോണ്ടായിരുന്നു. രണ്ടാളുകളെയും കൂടി അതിലേക്ക് കയറ്റിയപ്പോൾ ദാറ്റ് ഡബിൾ സ്ട്രെങ്ത് കൺവേർട്ടഡ് ടു സിംഗിൾ സ്ട്രെങ്ത്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ഇനി മറക്കുവോ? പ്ലീസ് ടെൽ മീ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? എങ്ങനെയാണ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായത്? സാറേ, ആള് കുറവുള്ള സമയത്ത് ഡബിൾ ബോണ്ടായിരുന്നു സാർ. പക്ഷേ ഇവിടുന്ന് രണ്ടാളുകളെയും കൂടി അവിടെ കയറ്റിയപ്പോൾ ഭാരം കൂടി, ബോട്ടിൽ ഭാരം കൂടിയപ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞു. സോ ഡബിൾ ബോണ്ട് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു സിംഗിൾ ബോണ്ട്. സൂപ്പർ സാർ, അടിപൊളി. ഇവിടെ മാർക്കോണിക്കോഫ് റൂൾ വന്നില്ലല്ലോ, വേണ്ടല്ലോ. ഇവിടെ ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയുള്ള ആളുകളായതുകൊണ്ട് ഏതിലേക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ പ്രശ്നം അവിടെയല്ല വർമ്മ സാറേ. എവിടെയാണ് പ്രശ്നം വർമ്മ സാറേ? നോക്കാം. അൺസിമെട്രിക്കൽ അല്ലെങ്കിൽ അസിമെട്രിക്കൽ. അൺസിമെട്രിക്കൽ എന്ന് പറയാം കേട്ടോ നിങ്ങൾക്ക്. ഇനി അസിമെട്രിക്കൽ തലവേദനയാണെങ്കിൽ അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്നും പറഞ്ഞോ, അൺസിമെട്രിക്കൽ എന്നും പറയാം, നോ ഇഷ്യൂ. അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുക്ക്, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ എടുക്ക്. അല്ലെങ്കിൽ അസിമെട്രിക്കൽ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ, ഒരു അസിമെട്രിക്കൽ ആൽക്കീൻ, അൺസിമെട്രിക്കൽ ഒരു അസിമെട്രിക്കൽ ആൽക്കീൻ എടുക്ക്. ഇതാ സാറേ, ഇത് അസിമെട്രിക്കൽ ആണോ? ആണല്ലോ. എന്തുകൊണ്ടാണ് സാർ അസിമെട്രിക്കൽ? മോനെ, ഡബിൾ ബോണ്ടിൻ്റെ ഇപ്പുറത്ത് വേറൊരാൾ, അപ്പുറത്ത് വേറൊരാൾ, രണ്ടും വേറെ ആളാവുമ്പോൾ ഇതിനെ പറയുന്ന പേരാണ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ ഒരു അസിമെട്രിക്കൽ ആൽക്കീൻ. സാർ, ഇതിലേക്കാണ് അഡീഷൻ നടക്കുന്നതെങ്കിൽ നോക്കാമല്ലോ. നോക്കാം. ഇതിലേക്കാണ് നമ്മുടെ HBr അഡീഷൻ നടക്കുന്നതെങ്കിൽ സാറേ ഇത് പ്ലസ് ആണ് സാറേ, ഇത് മൈനസ് ആണ് സാറേ. വളരെ നല്ല കാര്യം സാറേ. ഇവിടെ ആരൊക്കെയാണ് സാറേ അഡീഷനിൽ പങ്കെടുക്കുക? പൊന്നുമക്കളെ, എപ്പോഴും ശ്രദ്ധിച്ചോ, ഈ പവർ കൂടിയവനാണ് അടിപിടിക്ക് പോവുക. ശക്തി കൂടിയവനാണ് അടിപിടിക്ക് പോവുക. ഇത്ര വലിയൊരു കോമ്പൗണ്ട് തന്നാൽ നിങ്ങൾ ഈ സിംഗിൾ ബോണ്ടിനൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഇവനൊക്കെ ബലം കുറവാ, പാവാ. ഈ ഡബിൾ ബോണ്ടിൽ പങ്കെടുത്ത ആളുകൾ മാത്രമേ എല്ലാവരുടെയും അടിക്കും വക്കാണത്തിനും പോവുള്ളൂ. ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബൺ മാത്രമേ ലോകത്ത് എവിടെയും അടിപിടിക്ക് പോവുള്ളൂ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? സാറേ, ഒരുപാട് കാർബൺ ഉണ്ടാവും നമുക്ക് തന്ന കോമ്പൗണ്ടിൽ. പക്ഷേ ഡബിൾ ബോണ്ടിൽ പങ്കെടുത്തിരിക്കുന്ന കാർബണ്, ഞാൻ പറഞ്ഞു, ഡബിൾ ബോണ്ട് ശക്തി കൂടുതലാണ്. ഈ ശക്തി കൂടിയ ആളുകളാണ് എല്ലാവരുടെയും അടിക്ക് പോവുക, കച്ചറയ്ക്ക് പോവുക. ശക്തി കൂടിയ ആളുകളാണ് എല്ലാവരുടെയും അടി ഉണ്ടാക്കാൻ പോവുക. സോ ഈ ഡബിൾ ബോണ്ടഡ് കാർബണാണ് ഏറ്റവും കൂടുതൽ ശക്തി. അപ്പോൾ ഈ രണ്ടാളുകൾക്കാണ് ഇതിനു വേണ്ടി അടിപിടി, ഈ HBrന് വേണ്ടി അടിപിടി ഇവരാണ്. അപ്പോൾ എന്താ മാർക്കോണിക്കോഫ് ഒരു നിയമം കണ്ടുപിടിച്ചത്? യെസ്. അപ്പോൾ എന്താ മാർക്കോണിക്കോഫ് റൂള് കണ്ടുപിടിച്ചത്? ഈ ഡബിൾ ബോണ്ടിൽ ഇവനുമുണ്ട്. ഇവർക്ക് ആർക്ക് ഏത് കൊടുക്കണമെന്ന് കോടതിയിൽ കേസ് വാദിക്കാൻ പോവാണ്. അപ്പോൾ വിധി ഇങ്ങനെ പറഞ്ഞത്, മാർക്കോണിക്കോഫ് എന്ന് പറഞ്ഞ വക്കീലാണ് വാദിച്ചത്. മാർക്കോണിക്കോഫ് എന്ന് പറയുന്ന വക്കീൽ വാദിച്ചിട്ട് പറഞ്ഞു, സാറേ, കോടതിയിൽ വാദിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കൊടുത്തു. പോസിറ്റീവ് പാർട്ട്, എല്ലാവർക്കും പോസിറ്റീവ് ആണല്ലോ വേണ്ടത്. പോസിറ്റീവ് പാർട്ട് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് കൊടുക്കാം. കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കില്ല, ഹൈഡ്രജനേ ഉള്ളൂ. പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു മോർ ഹൈഡ്രോജനേറ്റഡ് കാർബൺ. ഈ തല്ലു അടി ഉണ്ടാക്കാൻ നിൽക്കുന്ന ഡബിൾ ബോണ്ടിൽ പങ്കെടുത്ത രണ്ട് കാർബണിൽ ഏത് കാർബണിനാണോ ഹൈഡ്രജൻ കൂടുതൽ അവിടേക്ക് പോസിറ്റീവ് പാർട്ടും, ഏതിനാണോ ഹൈഡ്രജൻ കുറവ് അവിടേക്ക് നെഗറ്റീവ് പാർട്ടും പോവാൻ നിയമമായി. ഈ നിയമത്തിനെ പറയുന്ന പേരത്രേ മാർക്കോണിക്കോഫ് റൂൾ. സൂപ്പർ സാർ. അപ്പോൾ ഈ Br ഇങ്ങോട്ടാ വന്ന് കുറവുള്ള ഇവിടേക്ക്, Br കുറവുള്ള ഇവിടേക്കാ വന്ന്. ഡബിൾ ബോണ്ട് എന്താവും?
ആരെങ്കിലും എക്സ്ട്രാ ആൾ കയറിയാൽ ഡബിൾ ബോണ്ട് എന്താവും? ഈ എച്ച് ഇങ്ങോട്ട് വന്നതുകൊണ്ട് CH3. ഡബിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് എന്താവും? ആൾ കൂടുമ്പോൾ ഡബിൾ ബോണ്ട് എന്താവും? അഡീഷൻ നടന്നാൽ ഡബിൾ ബോണ്ട് എന്താവും? അഡീഷൻ നടന്നാൽ ഡബിൾ ബോണ്ട് എന്താവും? അഡീഷൻ നടന്നാൽ ഡബിൾ ബോണ്ട് എന്താവും? പറയ്. ഒരാളൊന്നും പറയുന്നില്ല. ഈ റൂളിനെ പറയുന്ന പേരാണ് മാർക്കോണിക്കോഫ് റൂൾ. എന്താ മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത്? പോസിറ്റീവ് പാർട്ട് ഓഫ് അഡൻഡം, നമ്മൾ ആഡ് ചെയ്യണ സാധനത്തിൻ്റെ, അഡൻഡം എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യണ സാധനം, നമ്മൾ ആഡ് ചെയ്യണ സാധനത്തിൻ്റെ പോസിറ്റീവ് പാർട്ട്, നമ്മൾ ആഡ് ചെയ്യണ സാധനത്തിൻ്റെ പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു മോർ ഹൈഡ്രോജനേറ്റഡ് കാർബൺ, കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് പോകും. മോർ ഹൈഡ്രോജൻ. നെഗറ്റീവ് പാർട്ട് ഓഫ് അഡൻഡം വിൽ ഗോസ് ടു ലെസ് ഹൈഡ്രോജനേറ്റഡ് കാർബൺ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ശ്രീജിത്ത് സാറോട് ചോദിക്കുകയാണ്, സാറേ യെസ് സാറേ ഇവിടെ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ടല്ലോ സാർ. യെസ് ശരിയാണല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. സാറേ ഇവിടെ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടേക്കല്ലേ പോസിറ്റീവ് വരേണ്ടത്? വേണ്ട സാറേ എന്താ സംഭവം? അയാൾ പാവമാണ്, അയാൾക്ക് അടിയുണ്ടാക്കണ്ട, അയാൾക്ക് ഒന്നും വേണ്ട, കാരണം അയാൾക്ക് ഡബിൾ ബോണ്ട് ഇല്ല. ഈ ഡബിൾ ബോണ്ടിൽ തൊട്ട് നിൽക്കണ വിളവന്മാർക്ക് മാത്രമേ അത്യാഗ്രഹമുള്ളൂ. ഈ വരണവനക്ക് ഇങ്ങോട്ട് പറഞ്ഞ് തല്ലുവടി ഉണ്ടാക്കുള്ളൂ. ഇവരെ മൈൻഡ് ചെയ്യേ വേണ്ട. ദിസ് റൂൾ ഈസ് കോൾഡ് ആസ് മാർക്കോണിക്കോഫ്സ് റൂൾ ഓഫ് അഡീഷൻ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? മാർക്കോണിക്കോഫ് സാറേ സൂപ്പർ. ആർക്കെങ്കിലും തോന്നി സാറേ മോർ ഹൈഡ്രോജനേറ്റഡ് കാർബൺ, കൂടുതൽ ഹൈഡ്രജൻ ഉള്ളതിലേക്ക് പോസിറ്റീവ് പാർട്ട് പോകണമെന്നാണല്ലോ സാറ് പറഞ്ഞത്, കൂടുതൽ ഹൈഡ്രജൻ ഉള്ളതിലേക്ക് പോസിറ്റീവ് പാർട്ട് പോകണം എന്നാണല്ലോ സാറ് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അയാളെ മൈൻഡ് ചെയ്യേണ്ട. ഡബിൾ ബോണ്ടിൽ പങ്കെടുത്തിട്ടുള്ള കാർബണിൽ ഏത് കാർബണിനാണോ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളത്, ഡബിൾ ബോണ്ടിൽ പങ്കെടുത്ത കാർബണിൽ ഏത് കാർബണിനാണോ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളത് അതിലേക്കാണ് പോസിറ്റീവ് പാർട്ട് പോവുക. ഇത്രയേ ഉള്ളൂ മാർക്കോണിക്കോഫ് റൂൾ. എഴുതി വെച്ചോ, നാളെ മാർക്കോണിക്കോഫ് റൂൾ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. മാർക്കോണിക്കോഫ് റൂളോ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളോ ഇല്ലാതെ, മാർക്കോണിക്കോഫ് റൂളോ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളോ ഇല്ലാതെ നാളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ബിലീവ് മീ. കൗശിക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആൻറ്റി മാർക്കോണിക്കോഫ് ചെയ്യാം. ഇതാണ് എന്ത് റൂള്? ഇപ്പം നമ്മൾ എഴുതിയ റൂളിൻ്റെ പേര് എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലിട്ടേ. ക്വിക്ക്. ഇപ്പം നമ്മൾ പഠിച്ച റൂളിൻ്റെ പേര് ഓൾ ഓഫ് യു പ്ലീസ് പോസ്റ്റ് ഇൻ ചാറ്റ് ബോക്സ്. അൺസിമെട്രിക്കൽ ആൽക്കീൻ, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും ഡിഫറൻറ്റ് ഗ്രൂപ്പ് വന്നാൽ അവിടേക്ക് ഒരു അഡൻഡം, ഒരു സാധനം ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പാർട്ട്. മാർക്കോണിക്കോഫ്സ് റൂൾ. വെരി ഗുഡ്. മാർക്കോണിക്കോഫ്സ് റൂൾ ഫ്രം അർജുൻ ശ്രീഹരി. വെരി ഗുഡ്. പക്ഷെ ഇവൻ സ്വല്പം പ്രശ്നക്കാരനാണ്. ഇതെന്ത് നിയമം? നിങ്ങൾ മാർക്ക് കൂടിയ കുട്ടികളെ മാത്രം ടീച്ചർമാർ നല്ലതും, ഞങ്ങൾ മാർക്ക് കുറഞ്ഞവരെ എങ്ങനെ പ്രശ്നമാക്കുക? ഞങ്ങൾക്ക് നെഗറ്റീവ്, മാർക്ക് കുറഞ്ഞവൻ, മാർക്ക് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ, മാർക്ക് കുറഞ്ഞ ആൾക്ക് നെഗറ്റീവും മാർക്ക് കൂടിയ ആൾക്ക് പോസിറ്റീവും. ഒരു പ്രശ്നം, തല്ലുവടി ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാക്കിയത്. തല്ലുവടിയും പഠിക്കണവനും പഠിക്കാത്തവനും തമ്മിൽ, മാർക്ക് കുറഞ്ഞവനും കൂടുതൽ തമ്മിൽ ഒരുമിച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷെ പ്രശ്നം വന്നപ്പോൾ നെഗറ്റീവ് ഞങ്ങൾക്ക്, മാർക്ക് കുറഞ്ഞവർക്ക്, പഠിപ്പികൾക്ക് പോസിറ്റീവ്. ഇതെന്ത് നിയമം? മാർക്കോണിക്കോഫിനെ അടിച്ച് കണ്ണു പൊട്ടിക്കണ്ടേ? വേണോ വേണ്ടയോ? ന്യായത്തിൻ്റെ ഭാഗത്ത് വേണ്ടേ? മാർക്കോണിക്കോഫ് അയാളുടെ ഇഷ്ടത്തിന് മാർക്ക് കൂടിയ ആൾക്ക് പോസിറ്റീവും മാർക്ക് കുറഞ്ഞ ആൾക്ക് നെഗറ്റീവും കൊടുത്തു. കള്ളൻ മാർക്കോണിക്കോഫ്. ശരിയല്ലേ? വളരെ മോശമല്ലേ? അതാണ് നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്. ബാക്ക് ബെഞ്ചേഴ്സ്, മാർക്ക് കുറഞ്ഞ ആളുകൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. മാർക്കോണിക്കോഫ് റൂളിൽ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോവാണ്. ആൻറ്റി റാഗിങ് എന്ന് പറയുന്ന പോലെ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്തടാ. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ മാർക്കോണിക്കോഫ് പറഞ്ഞ പോലെ എല്ലാ പോസിറ്റീവും ഹൈഡ്രജൻ കൂടിയ ആൾക്കും എല്ലാ നെഗറ്റീവും ഞങ്ങൾ ഹൈഡ്രജൻ കുറഞ്ഞ ആളുകൾക്കും തരുന്നത് എന്ത് ന്യായം എന്ന് പറഞ്ഞിട്ട് ഇവർ കേസ് ഫയൽ ചെയ്തു.
അപ്പോൾ ഒരു വിധി വന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ശരി, നിങ്ങൾ വിഷമിക്കണ്ട. പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് മാർക്കറ്റിൽ. അതിൻ്റെ പ്രസൻസിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്താലും നേരെ ഉൾട്ട. പോസിറ്റീവ് പാർട്ട് മാർക്ക് കുറഞ്ഞവനെടുത്തോ, നെഗറ്റീവ് പാർട്ട് മറ്റേ ആളെടുക്കട്ടെ, പഠിപ്പുകൾ എടുക്കട്ടെ, മാർക്ക് കൂടിയ ആളെടുക്കട്ടെ. ആരുടെ പ്രസൻസിൽ? പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ. എന്തിൻ്റെ പ്രസൻസിൽ? ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. മറ്റവൻ എതിർത്തു, സാറേ മാർക്കോണിക്കോഫ് ആള് ശരിയല്ല, കള്ളനാണ്. അപ്പോൾ ഒരു നിയമം വരണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒരു വിധി കൊടുത്തു. പെറോക്സൈഡിൻ്റെ ഇതേ റിയാക്ഷൻ, സെയിം റിയാക്ഷൻ if it happens in presence of peroxide. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെ കുത്തിട്ടൊക്കെ തരും. ഈ കുത്തിട്ട് തരുമ്പോൾ പെറോക്സൈഡ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വേണം. വെറുതെ HBr ആണെങ്കിൽ മാർക്കോണിക്കോഫ്, പെറോക്സൈഡ് ഉണ്ടെങ്കിൽ കേസ് കൊടുത്ത് വാങ്ങിയതാണ് ഓർഡർ. കേസ് കൊടുത്ത് വാങ്ങിയ ഓർഡറാണ് ഈ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് നടക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് വിൽ ഗോസ് ടു ലെസ്. മാർക്ക് കുറഞ്ഞ ആൾക്ക് പ്ലസും മാർക്ക് കൂടിയ ആൾക്ക് മൈനസും. ഓർഡർ വേണം കയ്യിൽ, കോർട്ട് ഓർഡർ വേണം. കോർട്ട് ഓർഡറിൻ്റെ പേരാണ് പെറോക്സൈഡ്. മാർക്കോണിക്കോഫിനെ എതിർത്തുകൊണ്ട്, മാർക്കോണിക്കോഫിനെ ആൻറ്റി പറഞ്ഞ അമ്മായിയല്ല, എതിർത്ത്, ഒപ്പോസിറ്റ്. മാർക്കോണിക്കോഫിനെ എതിർത്തുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്ത് അവർ പറഞ്ഞാണ് ഈ ഓർഡർ. ആ ഓർഡറാണ് പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ നേരെ ഓപ്പോസിറ്റ് നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കിട്ടുക പറയുക? CH3 H അങ്ങോട്ട് പോകുമ്പോൾ CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാവും, ആയി CH2Br. സാറേ ഇവിടെ കിട്ടിയത് രണ്ടാമത്തെ പൊസിഷൻ, 1 2 3 രണ്ടാമത്തെ പൊസിഷനിലാണ് ബ്രോമോ. സോ 2 ബ്രോമോ പ്രൊപ്പെയിൻ. മാർക്കോണിക്കോഫിൽ 2 ബ്രോമോ പ്രൊപ്പെയിൻ ആണ് മേജർ പ്രൊഡക്റ്റ്. പക്ഷേ ആൻറ്റി മാർക്കോണിക്കോഫിൽ 1 ബ്രോമോ പ്രൊപ്പെയിൻ, ഒന്നാമത്തെ കാർബണിലാണ് ബ്രോമിൻ. 1 ബ്രോമോ പ്രൊപ്പെയിൻ ആണ് സാറേ മേജർ പ്രോഡക്റ്റ്. ഇതാണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് മാർക്കോണിക്കോഫിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. സാറേ ഇപ്പോൾ ഭയങ്കര സമാധാനമുണ്ട് സാറേ, ഇനി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? പ്ലീസ് റെസ്പോണ്ട് യെസ്. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? ഇപ്പം എന്ത് തോന്നുന്നു? അരോമാറ്റിസിറ്റി പഠിച്ചു, മാർക്കോണിക്കോഫ് റൂൾ പഠിച്ചു, ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പഠിച്ചു. അരോമാറ്റിസിറ്റി പഠിച്ചു, മാർക്കോണിക്കോഫ് റൂൾ പഠിച്ചു, ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പഠിച്ചു. പോളി സാർ, പോളി പഠിച്ചു നമ്മൾ. എത്ര പേർക്ക് സമാധാനമായി? മാർക്കോണിക്കോഫ്, ആൻറ്റി മാർക്കോണിക്കോഫും അരോമാറ്റിസിറ്റിയും. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞു. അരോമാറ്റിസിറ്റി, മാർക്കോണിക്കോഫ്, ആൻറ്റി മാർക്കോണിക്കോഫ് എല്ലാം കഴിഞ്ഞു. യെസ്, സമാധാനമായി ആര്യമോൾക്ക്? ഓക്കെ ഗുഡ്. ഷാൽ വി മൂവ്? യെസ് ഭവ്യ. ഈ മേജർ എപ്പോഴും ഈ മെയിൻ സാധനമാണ് മക്കളെ മേജർ. ഈ മെയിൻ സാധനമായിരിക്കും എപ്പോഴും മേജർ. ഈ മേജറിൻ്റെ കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പ്ലസ് ഇട്ടിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റും കൂടി എഴുതിയാൽ അതാണ് മൈനർ. ഇവിടെ മേജർ എന്ന് പറയുന്നത് മെയിൻ, ഇതിൻ്റെ കൂടെ പ്ലസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റും കൂടി എഴുതാം. അതെപ്പോഴും എന്തായിരിക്കും? മൈനർ ആയിരിക്കും. മൈനർ. ഇവിടെ ഇതാണ് മേജർ, ഇതിൻ്റെ ഓപ്പോസിറ്റ് കൂടി എഴുതിയാൽ ദാറ്റ് വിൽ ബി മൈനർ. സെറ്റല്ലേ? യെസ്, ഗുഡ്. അടിപൊളി സാർ. ഇനി ഞാൻ പൊതുവെ കണ്ട കുറച്ച് റിയാക്ഷൻസ് നോക്കാം. കുറച്ച് റിയാക്ഷൻസ് പഠിക്കാം നമുക്ക്. അതിനു മുമ്പ് എനിക്കൊന്ന് ഓസനോളിസിസ് എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓസനോളിസിസ് വേണം? ഓസനോളിസിസ്. ഹൗ മെനി ഓഫ് യു നീഡ് ഇതുപോലത്തെ ഒരു സാധനം ഓസനോളിസിസ്. ഡബിൾ ബോണ്ട് വെച്ചിട്ട് തന്നെയുള്ളൊരു റിയാക്ഷനാണ് ഓസനോളിസിസ്. നാളെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത വളരെ കൂടുതലാണ്. ഓസനോളിസിസ്. ഡാലിയൊക്കെ ഇപ്പോഴാണ് കയറിയത് മോളെ? ഇപ്പോഴാണല്ലോ മെസ്സേജ് കാണുന്നത്. ഓക്കെ ഗുഡ്. തിരക്കാണ് എക്സാം സമയത്ത് എല്ലാവരും. ഓക്കെ. ഈ ഓസനോളിസിസ് പൊതുവെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ മക്കളും തെറ്റിക്കാറാണ് പതിവ്. 5 മിനിറ്റ് കൊണ്ട് ഓസനോളിസിസ് പഠിക്കാം. 5 മിനിറ്റ് കൊണ്ട് എത്ര പേർക്ക് ഓസനോളിസിസ് സെറ്റ് ആവണം? പ്ലീസ് സേ യെസ്. സാറേ 5 മിനിറ്റ് കൊണ്ട് ഈ ഓസനോളിസിസ് ഞങ്ങൾക്ക് അറിയണം. ഇനി ഞങ്ങൾ പഠിക്കില്ല. ഇനി ഞങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കില്ല.
സാർ ഇപ്പൊ പറഞ്ഞു തരണം 5 മിനിറ്റ് താഴെ എടുത്തിട്ട് ഓസനോളിസിസ്. ഇവിടെ മോനെ ഓസനോളിസിസ് ഒക്കെ കുറച്ച് കഷ്ടമല്ലടാ റിയാക്ഷൻ. നോക്കാലോ അല്ലേ? KBS അക്കാഡമിക്കും ശ്രീജിത്ത് സാർക്കും എന്ത് ഓസനോളിസിസ്? ഓസോൺ ആഡ് ചെയ്യുന്ന റിയാക്ഷനെയാണ് മക്കളെ നമ്മൾ പറയുക ഓസനോളിസിസ്. ഓസോൺ O3 എന്ന് പറഞ്ഞാൽ ഓസോൺ. ഓസോൺ ആഡ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഓസനോളിസിസ്. സാർ എന്തിനാണ് സാർ മാർക്കോണിക്കോഫ് ആന്റി മാർക്കോണിക്കോഫ് കഴിഞ്ഞതും മാർക്കോണിക്കോഫ് ആന്റി മാർക്കോണിക്കോഫ് കഴിഞ്ഞതും ഓസനോളിസിസ് കൊണ്ടുവന്നത്? സാർ എന്തിനാണ് സാർ മാർക്കോണിക്കോഫ് ആന്റി മാർക്കോണിക്കോഫ് കഴിഞ്ഞതും ഓസനോളിസിസ് കൊണ്ടുവന്നത്? പൊന്നുമക്കളെ, +1 ഹൈഡ്രോ കാർബൺസിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിയാക്ഷൻസ് പഠിക്കാനുള്ളത് ഒന്ന് ആൽക്കീൻ. ആൽക്കീൻ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ആൽക്കീൻ. പിന്നൊന്ന് ബെൻസീൻ റിങ്ങിൻ്റെ റിയാക്ഷനും ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കീൻ്റെ റിയാക്ഷനുമാണ് ഇതുവരെ പരമാവധി ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ സാർ എന്തുകൊണ്ടാണ് ഓസനോളിസിസ് പെട്ടെന്ന് തന്നെന്ന്? ഓസനോളിസിസും ഡബിൾ ബോണ്ടുള്ള ആൽക്കീനിലാണ് വരിക. സോ റെഡി, ഹിയർ വി ഗോ. ഇതെന്താ ആൽക്കീനാ? ആർക്ക് പറയാൻ പറ്റും? ഇതെന്താ ആൽക്കീനാണ്? സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആൽക്കീനാണോ? Is this a symmetrical alkene or unsymmetrical alkene? Who is going to tell me? Is it a symmetrical alkene or unsymmetrical? Very good, Nazima Sadiq. Yes, symmetrical. It's symmetrical. എന്തുകൊണ്ട് സിമെട്രിക്കൽ? ശ്രീഹരിയും പറയുന്നുണ്ട്. യെസ്, ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലത്തെ സാധനം വന്നാൽ ഇറ്റ് ഈസ് സിമെട്രിക്കൽ. വ്യത്യാസമാണെങ്കിൽ ഏത്? കറക്റ്റ്, അൺസിമെട്രിക്കൽ ഓർ അസിമെട്രിക്കൽ. യെസ്. ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യണമെന്നാ പറഞ്ഞ്? O3 സാർ. എന്തോന്ന്? O3, ഓസോൺ. നല്ല കാര്യം. എപ്പോഴും നമുക്കറിയാം ആരാ മക്കളെ ആരടുത്തെങ്കിലും അടി ഉണ്ടാക്കാൻ പോവുക? ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബൺ മാത്രമേ ആളുകളായിട്ട് വഴക്കുണ്ടാക്കാൻ പോവുള്ളൂ, അടി ഉണ്ടാക്കാനും പിടിച്ചു പറിക്കാനൊക്കെ പോവുള്ളൂ. ആരാണ്? ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബൺസ് മാത്രമാണ് സാർ. സാറ് മാർക്കോണിക്കോഫ് ആന്റി മാർക്കോണിക്കോഫ് പറയുമ്പോൾ ശ്രീജിത്ത് സാർ വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സാറ് അടിപൊളിയായിട്ട് പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും ഡബിൾ ബോണ്ടിൽ തൊട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് ഇത്തിരി ആർത്തി കൂടുതൽ. അവനാണ് മറ്റവനെ പിടിച്ച് വലിക്കാൻ പോവുക. അപ്പോൾ ഇവിടെ ആരൊക്കെ ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്നുണ്ട്? അയ്യോ സാർ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താ? ഇതും ഡബിൾ ബോണ്ടിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഇതും ഡബിൾ ബോണ്ടിലാണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന ആളുകളാണ് എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ പോവുക. അവർക്കേ പ്രശ്നം വരുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? തുപ്പാക്കി സിനിമ ഓർമ്മയുണ്ടോ? തുപ്പാക്കി, വിജയുടെ സിനിമ. എത്ര പേർക്ക് തുപ്പാക്കി സിനിമ ഓർമ്മയുണ്ട്? വിജയുടെ തുപ്പാക്കി സിനിമയിൽ വിജയ് നല്ല ആർമി മാനാണ്. വിജയും വിജയിൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് ഈ ടെററിസ്റ്റിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് അവർ ഒന്നുമില്ലാതാക്കാൻ പോവാണ്. ദിസ് ഈസ് എ ടെററിസ്റ്റ് ആൻഡ് ദിസ് ഈസ് വിജയ് അലോങ് വിത്ത് ഹിസ് 2 ഫ്രണ്ട്സ്, ആർമി പേഴ്സൺസ്. ഈ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യാൻ വിജയ് പോവാണ്. ആർമിയിലുള്ള 3 ആളുകൾ പോയിട്ട് അവരുടെ ഇടയിൽ തന്നെ ഒരാളായിട്ട് അവരെ വിശ്വസിപ്പിച്ച് അവരുടെ ഇടയിലുള്ള ബോണ്ട്, അവരുടെ ഇടയിലുള്ള ശക്തി വീക്കാക്കിയിട്ട് ഇവർ 3 പേരും പൊളി. അവർ 3 പേരും ഇങ്ങനെ ഇവരെ അങ്ങോട്ട് ട്രാപ്പ് ചെയ്യും. സൂപ്പർ സാർ. സാറേ, തുപ്പാക്കി സിനിമയിൽ വിജയ് എന്ന് പറയുന്ന ആർമി ഓഫീസറും വിജയുടെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ടെററിസ്റ്റ് ക്യാമ്പിലേക്ക് പോയിട്ട് അവരുടെ സ്ട്രെങ്ത്തിനെ അവരുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് അവരുടെ ഡബിൾ ബോണ്ട് സ്ട്രെങ്ത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ 3 പേരും അവരെ വരിഞ്ഞു മുറുക്കും സാർ. അവരെ ട്രാപ്പ് ചെയ്യും സാർ. ട്രാപ്പ് ചെയ്തു സാർ. എന്നിട്ടോ ഇനിയാണ് മക്കളെ പ്രശ്നം. ബോംബ് പൊട്ടിക്കും. ഠും. ആ ടെന്റിനെ മൊത്തമായിട്ട്. ഇവർക്കൊക്കെ ബോംബ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആർമിക്കാർക്ക് ബോംബ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബോംബിട്ട് അങ്ങോട്ട് പൊട്ടിക്കും. ട്രാപ്പ് ചെയ്തിട്ട് ബോംബിട്ട് 2 പീസാക്കും. 2 പീസാക്കിയ ശേഷം വിജയ് പോയിട്ട് അവിടെ വാഷ് ബേസിനൊന്നുമില്ല, സിങ്കിൽ പോയിട്ട് മുഖം കഴുകും. വിജയ് പോയിട്ട് സിങ്ക് എന്ന് വെച്ചാൽ അടുക്കളയിൽ സിങ്ക് അറിയില്ലേ നിങ്ങൾക്ക്? അടുക്കളയിൽ അമ്മ പാത്രം കഴുകുന്ന സ്ഥലമില്ലേ? സിങ്ക് പോയിട്ട് എല്ലാം മിഷൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം വിജയ് അടുക്കളയിലെ സിങ്കിൽ പോയിട്ട് നന്നായിട്ട് മുഖം കഴുകും, മുഖം വാഷ് ചെയ്യും. നന്നായിട്ട് എവിടെ വാഷ് ചെയ്തത്? മുഖം എവിടെ വാഷ് ചെയ്തത്? സിങ്കിൽ. എവിടെ മുഖം വാഷ് ചെയ്തത്? സിങ്ക്
വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകി. സിങ്കും വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകി പൊട്ടിച്ച ശേഷം. ആരൊക്കെയാ പൊട്ടി 2 കഷ്ണമായത്? ആരൊക്കെയാ പൊട്ടി 2 കഷ്ണമായതൊന്ന് പറയ്. CH2O, ഒരു പീസ് CH2O. മക്കളെ നോക്ക്, ഒരു പീസ് CH2O പ്ലസ് മറ്റൊരു പീസ്, ഈ ഒരു പീസ് CH2O, മറ്റൊരു പീസ് എഗെയിൻ CH2O. ബാക്കി എന്തുണ്ടാവും സാർ? ബാക്കി ഒന്നുമില്ല. ഇവിടുന്ന് ഒരു ഓക്സിജൻ സാർ. അപ്പോൾ ഈ ഓക്സിജനോ? ഈ ഓക്സിജൻ വെള്ളത്തിൻ്റെ കൂടെ ചേർന്നിട്ട് H2O, ഒരു ഓയും കൂടി വരുമ്പോൾ H2O2. അത് നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല, ഞാൻ മാറ്റി എഴുതാം. എല്ലാവർക്കും ഡൗട്ട് തോന്നും, സാറേ ഇത് CH2O, ഇതൊരു CH2O, ഇതൊരു CH2O, ഈ ഒരു ഓക്സിജൻ H2Oൻ്റെ കൂടെ ചേർന്നിട്ട് വി വിൽ ബി ഗെറ്റിംഗ് H2O2. ഇതാണ് മെയിൻ സാധനങ്ങൾ. CH2O പ്ലസ് CH2O. ഇനി പറ എൻ്റെ മക്കള്, ഓസനോളിസിസ് ആരെങ്കിലും തെറ്റിക്കോടാ? ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്ന, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ ഏതെങ്കിലും മക്കൾ ഇങ്ങനെയൊക്കെയല്ലേ മക്കളെ ഓസനോളിസിസ് പഠിക്കേണ്ടത്? ഇങ്ങനെയല്ലേ ഓസനോളിസിസ് പഠിപ്പിക്കേണ്ടത്? എന്തുകൊണ്ട് സാർ ഓർഗാനിക് 2 ചാപ്റ്റർ കൈവച്ച് തന്നു? മൊത്തം കുട്ടി തൂക്കി ഞാൻ ഫ്രം നസീമ സാദിഖ്. ഓക്കെ, ഗുഡ്. ഇതൊക്കെ നമ്മൾ വിറച്ച് കുറേ പേര് 2-3 ദിവസം ഇരുന്നിട്ട് എഴുതി പഠിക്കുക ടീച്ചർ, എഴുതി പഠിക്കുകയൊക്കെ. എവിടെ എഴുതി പഠിക്കണം? ഇതൊക്കെ മനസ്സിലാവേണ്ട സംഭവം. അടിപൊളിയായില്ലേ? സൂപ്പർബായില്ലേ സംഭവം? ഒരിക്കലും തെറ്റിക്കില്ല. ഗുഡ്. കോൺഫിഡൻസ് ലെവൽ നിങ്ങളുടെ ഭയങ്കര ഇമ്പ്രൂവ് ആവും. ഓസനോളിസിസ് സെറ്റായി. ഈ സാധനത്തിന് പറയുന്ന പേര് എന്താ? നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയ സാധനത്തിൻ്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ? CH2O പ്ലസ് CH2O പ്ലസ് H2O2. ഇതാണ് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. നമുക്ക് കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. CH2O പ്ലസ് CH2O പ്ലസ് H2O2. H2O2 നിങ്ങൾ മറക്കണ്ട, ഹൈഡ്രജൻ പെറോക്സൈഡ്. ആ ഒരു ഓക്സിജൻ പൊട്ടിയിട്ട് എൻ്റെ വിജയൊക്കെ പാവം, വിജയ് അറിയേണ്ടത് വല്ലതും. ഇങ്ങനെയൊക്കെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഈ CH2O ചില ടെക്സ്റ്റ് ബുക്കിൽ 2 Hഉം 1 Cയും അല്ലേ? 2 Hഉം 1 Cയും ആണെങ്കിൽ, 2 Hഉം 1 Cയും ആണെങ്കിൽ അവർ 2 Hഉം 1 Cയും ഇങ്ങനെ തരും. അല്ലാണ്ട് ടെൻഷൻ ആവണ്ട. 2 Hഉം 1 Cയും ഇതിനെ പറയുന്ന പേര് ഇങ്ങനെ തന്നിട്ട് പേടിക്കണ്ട. സാറ് CH2O എന്നാണല്ലോ എഴുതിയത്, ടെക്സ്റ്റ് ബുക്കിൽ HCHO ആണല്ലോ. എടാ മണ്ടന്മാരെ, 1 Cയും 2 Hഉം ആണ്. ഇവിടെയും 1 Cയും 2 Hഉം. എങ്ങനെ എഴുതിയാലും കമ്പനിക്ക് കുഴപ്പമില്ല. അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്, റൈറ്റ്? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. പൊളിച്ചു സാർ. ഇതിൻ്റെ പേരാണ് ഫോർമാൽഡിഹൈഡ്. ഈ കൂട്ടത്തിൽ ഏതോ ഒരു അത്യാഗ്രഹി, ഏതോ ഒരു അതിമോഹമുള്ള ആള്, സാറേ സിമെട്രിക്കൽ ആൽക്കീൻ ഞങ്ങൾക്ക് മനസ്സിലായി. ഇതേ റിയാക്ഷൻ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ ഓസനോളിസിസ് നോക്കിയാലോ? എങ്കിൽ പറ നോക്കാമെന്ന്. അൺസിമെട്രിക്കൽ ആൽക്കീൻ്റെ ഓസനോളിസിസ് നോക്കാമെന്ന് നിങ്ങൾ പറ. എന്താ? നമുക്ക് നോക്കാം. ഫസ്റ്റ് എപ്പിസോഡ് കാണാതെ ഇന്ന് ക്ലാസ്സിൽ കയറി എത്ര പേരുണ്ട്? സേ യെസ്. സാറേ ആദ്യത്തെ ക്ലാസ് ഞാൻ മിസ് ചെയ്തു, ഇന്നാണ് ഞങ്ങൾ കയറുന്നത്. സാറേ ആദ്യത്തെ എപ്പിസോഡ് ഞങ്ങൾ മിസ് ചെയ്തു. യെസ് നസീമ, ദെൻ യെസ് കുറേ പേര്. ഓക്കെ, ആദർശ്, ഓക്കെ അനൂപ്. സാറേ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഷഹിൻ ഷാ. ഓക്കെ ഗുഡ്, ഷഹിൻ ഷാ. സാറേ ആദ്യത്തെ എപ്പിസോഡ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഈ റിവിഷൻ സെക്കൻഡ് ക്ലാസ്സിലാണ് കയറുന്നത്. അഭിനാഥ്. ഓക്കെ കുറേ പേര്. സോമിനി ഓക്കെ. അനസ് ഓൾസോ ഓക്കെ. ഗുഡ് ഗോയിങ്. എങ്ങനെയുണ്ട്? അപ്പം ഇനി ഇതേ ഓസനോളിസിസ് അൺസിമെട്രിക്കൽ ആൽക്കീനിൽ നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. എന്താ അൺസിമെട്രിക്കൽ ആൽക്കീൻ ഒന്ന് നോക്കിയേ. CH3. Why this is unsymmetrical? സാറേ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും വേറെ ടൈപ്പ് സാധനങ്ങളാണ്. ഇതാണ് ഓസനോളിസിന് വിധേയമാവുന്നതെങ്കിൽ സി വാട്ട് ഈസ് ഹാപ്പനിങ്? യെസ്, ടെൽ മീ. Yes.
യെസ്. ആരാ പ്രശ്നത്തിന് പോവുക? സാറേ എപ്പോഴും ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബൺ മാത്രമേ പ്രശ്നത്തിന് പോവുള്ളൂ. വിജയും 2 ആർമിക്കാരും, മറ്റേ ആൾ ഒന്നിനും പോവില്ല സാർ. സിംഗിൾ ബോണ്ടിൽ നിൽക്കണവൻ ഒരു പ്രശ്നത്തിനും പോവില്ല സാർ. ഈ ഡബിൾ ബോണ്ട് കാരണമാണ് എപ്പോഴും പ്രശ്നത്തിന് പോവുക. അപ്പോൾ വിജയിൻ്റെ ആർമി പേഴ്സൺസും കൂടിയിട്ട് എന്തായി? എടിയിൽ അങ്ങോട്ട് കയറി. യെസ്. ഇനി എന്ത് ചെയ്യണം? ബോംബിടണം. ഇവരെ ഡബിൾ ശക്തിയുള്ള സ്ഥാനത്ത് അവർ നുഴഞ്ഞു കയറി, അവരുടെ ശക്തി കുറച്ചു, ഡബിൾ ബോണ്ട് കുറച്ചു. ബോംബിട്ടോ ബോംബിട. യെസ്. 2 കഷ്ണമായി സാർ. തേങ്ങ പൊട്ടിക്കുന്നത് പോലെ 2 പീസായി സാർ. 2 പീസായി സാർ. ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞ് എക്സിക്യൂഷൻ കഴിഞ്ഞ് വിജയ് എന്താ ചെയ്യാൻ പോണ്? സിങ്കിൽ പോയിട്ട് മുഖം കഴുകും. വെള്ളം, സിങ്ക് പോയിട്ട് മുഖം കഴുകും. എന്നിട്ട് നോക്കും എന്തൊക്കെയാ പൊട്ടിക്കിടക്കുന്നത്. എന്തൊക്കെയാ പൊട്ടിക്കിടക്കുന്നത് സാർ? ഇതൊരു കഷ്ണം. എന്താ ഈ കഷ്ണം? CH3 CHO. ഇതൊരു പീസ്. അപ്പുറത്ത് എന്ത് പീസാ? CH2O പ്ലസ് ഈ ഒരു ഓക്സിജനും ഈ H2Oയും കൂടിയിട്ട് എന്ത് കിട്ടും? H2O2. സാറേ ഒരു രക്ഷയില്ല സാർ. ഇതിൻ്റെ പേരാണ് അസറ്റാൽഡിഹൈഡ്. ഇത് ഫോർമാൽഡിഹൈഡ്. തൊട്ട് മുന്നുണ്ടായിരുന്ന HCHO. സാറേ ഒരു രക്ഷയില്ല. മാസ് ഓസനോളിസിസ് പൊളിച്ചടിക്കും നമ്മൾ. സാറേ ഓസനോളിസിസ് തീർന്നു സാറേ, തീർന്നു. ഇതൊക്കെ ഞങ്ങളെ പേടിപ്പിക്കാൻ ഈ റിയാക്ഷൻ മതിയോ? ഇവിടെ ശ്രീജിത്ത് സാറും KBS അക്കാഡമി ഉണ്ടല്ലോ, ഒരിക്കലും വിടില്ല. യെസ് ഓസനോളിസിസ് പൊളിച്ചു. ഒന്ന് നോക്കിയേ, എത്ര പേര് ഹാപ്പിയായി? സാറേ ഓസനോളിസിസ് കലക്കി. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? പ്ലീസ് റെസ്പോണ്ട്. Yes, it is sir. Sri Lakshmi. Okay, good. Yes, good job. Okay, great. ഇനി നമുക്ക് കുറച്ച് റിയാക്ഷൻസ് നോക്കാം. ഇനി റിയാക്ഷൻസ് സെറ്റ് ആക്കാം. ഇത്രയും ക്ലിയർ ആയി. ഇനി റിയാക്ഷൻസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു റിയാക്ഷനാണ്. നിങ്ങൾ കണ്ടിട്ടോന്ന് അറിയില്ല. ബെൻസീൻ. ഒന്നുകിൽ ഇങ്ങനെയാണ് ബെൻസീൻ തരിക, അല്ലെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഇട്ടിട്ടാണ് ബെൻസീൻ തരിക. ഈ റിയാക്ഷൻസ് ഇനി നോട്ട് ചെയ്തോ. ബെൻസീനിലേക്ക് ധാരാളം ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഇങ്ങനെ ഇട്ട സൺലൈറ്റ് എന്ന് അർത്ഥം കേട്ടോ. HNO എന്നിട്ടാൽ ഇതിൻ്റെ അർത്ഥം സൺലൈറ്റ് എന്നാണ്. എന്ത് കിട്ടും എന്ന് ചോദിക്കാറുണ്ട്. ഈ റിയാക്ഷൻ്റെ പേരാണ് ക്ലോറിനേഷൻ. നിങ്ങൾക്കറിയുമോ? 6 ക്ലോറിൻ ഉണ്ട് മക്കളെ. ബെൻസീനിലേക്ക് ക്ലോറിൻ വന്നാൽ എന്ത് കിട്ടും? എനി ഗസ്? പ്ലീസ് പോസ്റ്റ് ഇൻ ചാറ്റ് ബോക്സ്. ക്വിക്ക്. യെസ് നസീം, അത് ക്ലാസ്സിൻ്റെ അവസാനം ഇൻഫോം ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, ഉള്ളത്തെ ഡബിൾ ബോണ്ട് കംപ്ലീറ്റ് ഒഴിവാക്കുക. 6 പൊസിഷനിലും 6 ക്ലോറിൻ കൊണ്ടുവരിക. 6 പൊസിഷനിലും 6 ക്ലോറിൻ കൊണ്ടുവരിക. ഈ സാധനത്തിൻ്റെ പേരാണ് BHC അല്ലെങ്കിൽ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഈ റിയാക്ഷൻ ഇനി മറക്കുവോ? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, BHC. ബെൻസീൻ ഹെക്സാ. 6 ക്ലോറിനുള്ളതാണ് ഹെക്സാ. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. One of the important reaction that can be asked tomorrow, right? Yes. Benzene hexachloride. നിങ്ങൾക്ക് എക്സാമിന്
പഠിക്കാൻ തീരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡാക്കി പോകുന്നത്. നിങ്ങൾക്ക് ഇനി വീട്ടിൽ പോയി പഠിക്കണമല്ലോ. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്ത് ചേർന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് നോട്ട്സും എൻ്റെ ചില ടിപ്സ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ട് തരാം. വേണോ? ഫോർ എക്സാമ്പിൾ കോൺഫിഗറേഷൻ ഓർത്ത് വെക്കാനുള്ള ഷോർട്ട് കട്ട്. ഇപ്പോൾ നമ്മൾ തുപ്പാക്കി സിനിമ പറഞ്ഞ പോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചില ടോപ്പിക്സ് മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ എടുത്ത് ഇടണോ കമ്മ്യൂണിറ്റിയിൽ? എത്ര പേർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യ് യെസ് എന്ന്. യെസ്. മോട്ടിവേറ്റ് യുവർ ഫ്രണ്ട്സ് ടു ജോയിൻ മൈ ഡിയർ സ്റ്റുഡൻസ്. മോട്ടിവേറ്റ് ദം ആൻഡ് ടെൽ ദം വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ വന്നാലേ അറിയുള്ളൂ എന്താ സംഭവിക്കണമെന്നുള്ളത്. KBS അക്കാഡമിയിൽ ശ്രീജിത്ത് സാറിൻ്റെ ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എഫേർട്ട്ലെസ് ആവണം. യുവർ ലോഡ് ബിക്കം എഫേർട്ട്ലെസ്. You are getting an effortlessness here, right? Yes. Benzene hexachloride. ഇതൊരു റിയാക്ഷൻ. ഇനി ഇതെന്താ സംഭവം? ഈത്തൈൻ അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് അസറ്റലിൻ. ഇതൊരു താപാന റിയാക്ഷനാണ്. അസറ്റലിൻ, ഈത്തൈൻ, അസറ്റലിൻ കേട്ടിട്ടുണ്ടാവും. YNE വന്നാൽ ട്രിപ്പിൾ ബോണ്ടാ. YNE എന്ന് വന്നാൽ ട്രിപ്പിൾ ബോണ്ടാ. എന്താ സാധനം? ഈത്തൈൻ എന്ന് വെച്ചാൽ ട്രിപ്പിൾ ബോണ്ട്. ഇതാണ് സാധനം. ഇയാളെയാണ് ഇങ്ങനെ വിളിക്കുക അസറ്റലിൻ. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനാണ്. എല്ലാവരും തെറ്റിക്കണ റിയാക്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ട്രിപ്പിൾ ബോണ്ടിൻ്റെ റിയാക്ഷൻ എങ്ങനെ ഈത്തൈൻ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. എത്ര പേർക്ക് വേണം? സാറെന്ന് പറയുന്ന റിയാക്ഷൻസ് പഠിച്ചിട്ട് പൊക്കോ. നാളെ പൊളിച്ചടിക്കാം. നമുക്ക് ഒരു ടെൻഷനും വേണ്ട. നമ്മൾ നാളെ ഗംഭീരാക്കും. സാറ് പറയുന്ന സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് പൊക്കോ. ഹൈഡ്രോ കാർബൺസ് ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. ഹൈഡ്രോ കാർബൺസ് ഒരു മാർക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. ഓക്കെ, ക്ലിയർ? യെസ്. നോക്കാം. ഒന്നുമില്ല മക്കളെ, സോ സിമ്പിളാണ്. യു ജസ്റ്റ് ടേക്ക് കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം ഒഴിക്കുക. കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ you will be provided with acetylene. ഇത് ഇങ്ങോട്ട് എഴുതിയാൽ മാർക്ക് കിട്ടി. ഈത്തൈൻ. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ആരും പെട്ടെന്ന് നോക്കൂല്ല. എല്ലാവരും വിട്ടിട്ട് പോണ റിയാക്ഷനാണ് ഈത്തൈൻ. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് CH ഡബിൾ ബോണ്ട് CH2 തരാതെ, ലിസൺ ഹിയർ, ചിലപ്പോൾ ഇവിടെ 2 കാർബണും 2 ഹൈഡ്രജനും ആയതുകൊണ്ട് C2H2 എന്നും തരും കേട്ടോ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. 2 കാർബണും 2 H ആയതുകൊണ്ട് സംടൈംസ് ദേ മേ ഗീവ് ലൈക്ക് C2H2. സംടൈംസ് ദേ മേ ഗീവ് ലൈക്ക് ദിസ് C2H2. 2 കാർബണും 2 ഹൈഡ്രജനും ആയതുകൊണ്ട് സംടൈംസ് ദേ മേ ഗീവ് ലൈക്ക് C2H2. ഇതെല്ലാം പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ സെറ്റായോ? ഈ റിയാക്ഷൻ സെറ്റായോ? പ്ലീസ് ടെൽ മീ സെറ്റായോ? വേഗം ഒരു 10 റിയാക്ഷനൊക്കെ പഠിക്കണ്ടേ നമുക്ക്? എന്നിട്ട് വേണ്ട നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാൻ. അപ്പം സം ബേസിക് പ്രിൻസിപ്പിൾസ്, ഓർഗാനിക് റിയാക്ഷൻ്റെ മെക്കാനിസം കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി 7 പാടുണ്ടല്ലോ. അതൊക്കെ ഈസിയാണ് അല്ലേ? ഓർഗാനിക്കാണ് കഷ്ടം അല്ലേ? പൊളിക്കും നമ്മൾ. അല്ല പിന്നെ. യെസ്, ഇത് സെറ്റായി. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു അടിപൊളി സാധനമുണ്ട്. റൈറ്റ് എനി 2 മെത്തേഡ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ എന്ന് വെച്ചാൽ നമുക്കറിയാം C6H6. ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും 2 മെത്തേഡ് എത്ര പേർക്ക് അറിയാം? യു ജസ്റ്റ് തിങ്ക്. ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും 2 മെത്തേഡ് ഒന്ന് ഓർക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും? എനിവൺ? നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 2 മെത്തേഡ് പറഞ്ഞുതരാം. Yes. Please give me a short note. ഇതിന് ഷോർട്ട് വേണമെന്ന് അബിക്ക്.
എങ്ങനെയാണ് ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും 2 മെത്തേഡ്? ആദ്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബെൻസീൻ എന്ന് പറഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര കാർബൺ ഉണ്ട് നോക്ക്. C6H6. 6 കാർബണും 6 ഹൈഡ്രജനും വേണം. സിമ്പിളാണ്. നോക്കിക്കോ, സാർ എഴുതണ ഒന്നാമത്തെ മെത്തേഡ് നോക്കിക്കോ. ഇത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആളാണ്. അസറ്റിലിൻ ഓർ ഈത്തൈൻ. നോക്കിയേ, what is this? ഈത്തൈൻ ഓർ അസറ്റിലിൻ. ഈത്തൈൻ ഓർ അസറ്റിലിൻ. ഈ സാധനത്തിൻ്റെ പേര് അസറ്റിലിൻ ഓർ ഈത്തൈൻ എന്ന് പറയാം. അസറ്റിലിൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈത്തൈൻ എന്ന് പറയാം, അസറ്റിലിൻ എന്ന് പറയാം. ഇതിനെ തൊട്ട് മുന്നേ നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയാം? ഈഥൈൻ എന്ന് പറയാം. ഈഥൈൻ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈഥൈൻ. ഇവിടെ 2 ഉള്ളൂ. 2 കാർബണുള്ള സാധനമാണ്. 2 കാർബണുള്ള സാധനമാണ്. ഇവിടെ 6 കാർബണാണ്. ബെൻസീനിന് 6 കാർബണാണ്. അപ്പോൾ ഇത് 3 എണ്ണം എടുത്താൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഇത് 3 എണ്ണം എടുത്താൽ 3 × 2 എത്ര കിട്ടും? 6. കോമൺ സെൻസ് യൂസ് ചെയ്യും. ഇവിടെ 2 കാർബൺ, അത് 3 എണ്ണം എടുത്താൽ 3 × 2 6 ആവും. അതിനെ റെഡ് ഹോട്ട് അയൺ ട്യൂബ്, റെഡ് ഹോട്ട് ഒരു ഇരുമ്പ് ട്യൂബിൽ, ചുട്ട് പഴുത്ത ഇരുമ്പ് ട്യൂബിൽ ഏകദേശം 873 കെൽവിൻ ടെമ്പറേച്ചർ ചൂടാക്കി കഴിയുമ്പോൾ ഈ സാധനം നമുക്ക് എന്ത് തരുമത്രേ? ബെൻസീൻ തരുമത്രേ. ബെൻസീനെ വേണമെങ്കിൽ ഇങ്ങനെയോ എഴുതാം. ഒരു മെത്തേഡ് ഈസി ആയോ? ഇതിനെയാണ് സൈക്ലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുക. സൈക്ലൈസേഷൻ, ഒരു സ്ട്രെയിറ്റ് ചെയിൻ സാധനം സൈക്കിളായി. ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് അടിപൊളിയായി സാർ. സാറേ ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ഞങ്ങൾക്ക് സെറ്റായി. ഇനി ഒരു മെത്തേഡും കൂടി പറഞ്ഞു തരുമോ സാർ? ഹൗ മെനി ഓഫ് യു നീഡ് ദാറ്റ്? സാറേ ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡായി സാർ, ഇനി ഒരു മെത്തേഡും കൂടി സെറ്റാക്കി തരാൻ പറ്റുമോ? എത്ര പേർക്ക് വേണം? യെസ് സാറേ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡായി സാർ, ഇനി ഒരു മെത്തേഡ് കൂടി കിട്ടിയാൽ കുഴപ്പമില്ല. ഇതും ബെൻസീനാണ്, ഇതും ബെൻസീൻ, രണ്ടും. ഒന്ന് സ്ട്രക്ചർ വരച്ചു, ഇതിനെയും ബെൻസീൻ എന്നാ പറയുക, ഇതും ബെൻസീൻ തന്നെ. ഞാൻ സ്ട്രക്ചറായിട്ടും മറ്റേതായിട്ടും വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ബെൻസീൻ സെറ്റ് അല്ലേ? അപ്പോൾ ബെൻസീൻ കിട്ടി നമ്മുടെ. ഇനി എത്ര മെത്തേഡ് വേണം? ഇനി 2 മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി ഒരു മെത്തേഡ് കൂടി വേണം. ഇത് ഫ്രം അസറ്റിലിൻ എന്ന് പറയുന്ന ട്രിപ്പിൾ ബോണ്ടുള്ള സാധനത്തിനെ നമുക്ക് ഇത് 3 കൊണ്ട് കളി. 3 ബോണ്ടുള്ള സാധനം 3 എണ്ണം എടുത്താൽ വി വിൽ ഗെറ്റ് ബെൻസീൻ. 10 വെച്ചാൽ 10, 20 വെച്ചാൽ 20, 40 വെച്ചാൽ 400 ഇല്ലേ? അതുപോലെ 3 വെച്ചാൽ 3 ട്രിപ്പിൾ ബോണ്ടുള്ള സാധനം 3 എണ്ണം എടുക്കുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ബെൻസീൻ. ഇത് മറക്കില്ലല്ലോ. ഒരു മെത്തേഡ് കഴിഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു, ഇതാണ് ഫീനോൾ. ബെൻസീൻ റിങ്ങിൽ OH വരുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീനോൾ. ഫീനോൾ എന്ന് എങ്ങനെ ബെൻസീൻ കിട്ടും? സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു തന്നു. മക്കളെ, ഇതിൽ ഈ ഒരു സാധനം കഴുകിക്കളഞ്ഞാൽ മതി. എങ്ങനെ കഴുകും? അമ്മ വീട്ടിൽ എവിടെ കഴുകുക? അടുക്കളയിൽ. വിജയ് എവിടെ പോയി മോൻ കഴുകിയത്? അടുക്കളയിൽ നമുക്ക് കഴുകാൻ വാഷ് ബേസിനല്ല, സിങ്കാ ഉണ്ടാവുക. സിങ്ക് അടുക്കളയിൽ സിങ്കിൽ അങ്ങോട്ട് കഴുകിക്കളയും അമ്മ. അടുക്കളയിൽ സിങ്ക് ഡസ്റ്റ് ഇട്ട് ചൂടാക്കിയാൽ മതി. അടുക്കളയിലെ സിങ്ക് നാലോചിക്കുക. അടുക്കളയിൽ സിങ്കിൽ ഇട്ട് കഴുകി അമ്മ OH മാറ്റിയിട്ട് ബെൻസീനാക്കും. ഇത് സോ സിമ്പിൾ. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ആദ്യത്തെ മെത്തേഡാണോ? അടുക്കളയിലെ സിങ്കിൽ സോപ്പ് പൊടി, ഡസ്റ്റ് എന്ന് വെച്ചാൽ പൗഡർ, സോപ്പ് പൊടി, പാത്രം തേക്കണ പൊടിയിട്ട് കഴുകി കളഞ്ഞ് ചൂടാക്കി വെയിലത്ത് വെച്ച് അമ്മ എന്തുണ്ടാക്കി? ബെൻസീൻ ഉണ്ടാക്കി. ഇനി ഇത് മറക്കുമോ? നിങ്ങൾ പറ, എത്ര മെത്തേഡ് നിങ്ങൾ പഠിച്ചു? ബെൻസീൻ ഉണ്ടാക്കാൻ നിങ്ങളിപ്പോൾ എത്ര മെത്തേഡ് പഠിച്ചു? പ്ലീസ് ടെൽ മീ. ബെൻസീൻ ഉണ്ടാക്കാൻ ഇപ്പോൾ നിങ്ങൾ എത്ര മെത്തേഡ് പഠിച്ചു? പ്ലീസ് ടെൽ മീ. ബെൻസീൻ ഉണ്ടാക്കാൻ നിങ്ങളിപ്പോൾ എത്ര മെത്തേഡ് പഠിച്ചു? പ്ലീസ് ടെൽ മീ. 2 മെത്തേഡ്. ക്വസ്റ്റ്യനിൽ എത്ര മെത്തേഡാണ് ചോദിച്ചത്? 2 മെത്തേഡ്. 9. ഓക്കെ. ശ്രീഷ്മ, ഓക്കെ, ഗുഡ്. പക്ഷെ സാർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് നിങ്ങൾ പരീക്ഷ തലേന്നായിട്ടും ശ്രീജിത്ത് സാറേയും KBS അക്കാഡമിയും വിശ്വസിച്ച് വന്നതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ഗിവ് യു 1 more റിയാക്ഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്. ഹൗ മെനി ഓഫ് യു നീഡ് 1 more റിയാക്ഷൻ ഫോർ ബെൻസീൻ? സാറേ ബെൻസീന് ഒരു റിയാക്ഷനും കൂടി തന്നാൽ ഞങ്ങൾ ഡബിൾ ഹാപ്പി. എത്ര പേർക്ക് വേണം? ഒരു റിയാക്ഷനും കൂടി.
ബെൻസീൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ കൂടി സാർ തരാം. ഹൗ മെനി ഓഫ് യു ആർ റെഡി? യെസ് ഐശ്വര്യ, യെസ് ആര്യ, ഗുഡ് ഗുഡ്. ഒരു റിയാക്ഷനും കൂടി. യെസ് 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 യെസ്. ദാ ഒരു റിയാക്ഷൻ കൂടി എഴുതിക്കോ. ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഒരു റിയാക്ഷൻ കൂടി എഴുതിക്കോ. സിമ്പിളായിട്ട് ആസിഡ്, ഇതിനാണ് ആസിഡ് സാൾട്ട് എന്ന് പറയാ. ആസിഡ് സാൾട്ട് ഓഫ് സോഡിയം ബെൻസോയേറ്റ് അല്ല, ആസിഡ് സാൾട്ട് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് തലവേദനയാണെങ്കിൽ ആസിഡ് സാൾട്ട് എന്ന് എഴുതിയാൽ മതി. ആസിഡ് സാൾട്ട്, ഒരുപാട് പേര് ആലോചിച്ച് വെക്കണ്ട. സോഡിയം ഫിനോക്സൈഡ് ഒന്നല്ല, സോഡിയം കാർബോക്സിലേറ്റ്. നമുക്ക് നോക്കാം. ഈ ആസിഡ് സാൾട്ടിലേക്ക് സോഡ ലൈം ആഡ് ചെയ്താൽ മതി. സോഡ ലൈം എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാം. അതല്ലെങ്കിൽ ലൈം സോഡയല്ല, കടയിൽ പോയി നമ്മൾ കുടിക്കുന്നത് ലൈം സോഡ, ഇവിടെ സോഡ ലൈം. ആസിഡ് സാൾട്ട്, ഇതിനെ പറയുക ആസിഡ് സാൾട്ട് എന്നാണ്. ആസിഡ് സാൾട്ടിലേക്ക് സോഡ ലൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ NaOHഉം NaOHഉം COയും കാൽഷ്യം ഓക്സൈഡും, ഈ രണ്ടിനെയും കൂടി പറയുന്ന പേരാണ് സോഡ ലൈം. ലൈം സോഡയല്ല, സോഡ ലൈം. ഈ ആസിഡിലേക്ക്, ഇതിന് ആസിഡ് COH എന്ന് പറഞ്ഞ ആസിഡ് അല്ലേ, ബെൻസീൻ റിങ്ങിൽ ഒരു ആസിഡ്. എന്തായാലും ഇത്രയും ആലോചിക്കും, കോമൺ സെൻസ്. ബെൻസീൻ റിങ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എന്തായാലും ഒരു റിങ് വരുമല്ലോ, ആ റിങ് ഇട്ടു. ആസിഡ് COHന് പകരം ഒരു സോൾട്ട്, സോഡിയം സോൾട്ട്. ഓക്കെ, അതിലേക്ക് എന്താ ആഡ് ചെയ്തു? സോഡ ലൈം സോഡയല്ല, സോഡ ലൈം എന്ന് വെച്ചാൽ NaOHഉം COയും ആഡ് ചെയ്യുമ്പോൾ ഒന്നും നോക്കണ്ട, ഇത് കംപ്ലീറ്റ് പോകും. ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കളഞ്ഞു പോകുന്നത്, എന്നിട്ട് ONA കിട്ടും. സോഡിയം ഫിനോക്സൈഡ് കിട്ടി, ലാസ്റ്റ് ഓഫ് ബെൻസീൻ കിട്ടുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതിക്കോ, എന്ത് ബെൻസീൻ എന്ന് എഴുതിക്കോ. ഇന്റർമീഡിയറ്റ് ഒന്നും എഴുതണ്ട, ഡയറക്റ്റ് സോഡ ലൈം. ഇവര് സോഡ വാങ്ങിക്കൊടുത്താലും ബെൻസീൻ കിട്ടും. ഈ ചങ്ങാതിക്ക് സോഡ വാങ്ങിക്കൊടുത്ത് ലൈം സോഡ വാങ്ങിക്കൊടുത്താലും ബെൻസീൻ കിട്ടും. സോഡ ലൈം ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് പോണത്, CO2 പോകുന്നുണ്ട്. ഇവിടെ എന്താ നടന്നത്? റിമൂവിങ് CO2. ഇവിടെ എന്താ നടന്നത്? റിമൂവിങ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് ഈ റിയാക്ഷൻ ഒരു പേര് കൂടി ഉണ്ട്, എഴുതിയെടുത്തോ, ഡീകാർബോക്സിലേഷൻ. ചിലപ്പോൾ നാളെ പരീക്ഷയ്ക്ക് എന്താ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ബെൻസീൻ ഉണ്ടാക്കാൻ എത്ര റിയാക്ഷൻ പഠിച്ചു എന്ന് പറഞ്ഞേ. ബെൻസീൻ ഉണ്ടാക്കാൻ എത്ര റിയാക്ഷൻ പഠിച്ചു? പ്ലീസ് ടെൽ മീ. ബെൻസീൻ ഉണ്ടാക്കാൻ എത്ര റിയാക്ഷൻ പഠിച്ചു? ബെൻസീൻ ഉണ്ടാക്കാൻ എത്ര റിയാക്ഷൻ പഠിച്ചു? വേഗം ആവട്ടെ. യെസ് ബെൻസീൻ ഉണ്ടാക്കാൻ ഇപ്പോൾ നമ്മൾ 3 റിയാക്ഷൻ പഠിച്ചു, 3 റിയാക്ഷൻ പഠിച്ചു. സെറ്റ് അല്ലേ? ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുക്കെ നിങ്ങൾ ഓർഗാനിക് പഠിക്കാനിരിക്കും. ഷൈൻ ഷാ. യെസ്, ബെൻസീൻ ഉണ്ടാക്കാൻ 3 റിയാക്ഷൻ പഠിച്ചു. ഷാൾ വി മൂവ് ടു നെക്സ്റ്റ് റിയാക്ഷൻസ്? ആർ യു റെഡി? അടുത്ത റിയാക്ഷൻസിക്ക് റെഡി അല്ലേ? സാറിന്ന് പഠിപ്പിക്കുന്ന റിയാക്ഷൻസ് എല്ലാം പഠിച്ചിട്ട് പൊക്കോ, നാളെ നമുക്ക് പൊളിക്കാം. സാറിന്ന് പഠിപ്പിക്കുന്ന റിയാക്ഷൻസ് എല്ലാം പഠിച്ചിട്ട് പൊക്കോ. നിങ്ങൾക്ക് ഓർഗാനിക് വേറെ രക്ഷയില്ല. സാറ് പറഞ്ഞത് പഠിച്ചിട്ട് പൊക്കോ, നിങ്ങൾ സൂപ്പർബാവും, അടിപൊളിയാവും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ അല്ലേ? യെസ്, ഇങ്ങനൊരു റിയാക്ഷൻ തരും. ബെൻസീനിലേക്ക് അൻഹൈഡ്രസ്, ANHY എന്നാണ്. അൻഹൈഡ്രസ് വെച്ചാൽ ഈർപ്പമില്ലാത്ത, ജലാംശം ഒട്ടുമില്ലാത്ത അലുമിനിയം ക്ലോറൈഡും CH3Cl കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. ഇത് നാളെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. VVIP ക്വസ്റ്റ്യൻ, പ്ലീസ് ടെൽ മീ ദ ആൻസർ. ബെൻസീൻ റിങ്ങിലേക്ക് അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡും HClഉം CH3Clഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എനി ഗസ്? ടോളുവീൻ എന്ന അർജുനുണ്ട്. അർജുനെ സാറൊരു അടിപൊളി സാധനം കാണിച്ചു തരാം, നോക്കിക്കോ. ഈ ബെൻസീൻ റിങ്ങിൻ്റെ റിയാക്ഷൻ വരുമ്പോൾ പലരും തെറ്റുവരുത്തുന്നത് ഇങ്ങനെയാണ് മക്കളെ. ഇതാണ് ശരിക്കും ബെൻസീൻ. ഇത് ഭംഗിയുള്ള ബെൻസീനാണ്. ശരിക്കും ഇങ്ങനെയല്ല ബെൻസീൻ ഇങ്ങനെയാണ് മക്കളെ. C6H6.
നിങ്ങളതിനെ നോക്ക്. C6H6 ആണ് ബെൻസീൻ. ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഭംഗിയുള്ള ബെൻസീനാണ്. ഈ ഭംഗിയുള്ള ബെൻസീൻ കൊണ്ട് റിയാക്ഷൻ പഠിക്കാൻ പറ്റില്ലടാ മക്കളെ. ഈ ഭംഗിയുള്ള ബെൻസീൻ കൊണ്ട് റിയാക്ഷൻ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് അഴിക്കണം. ഈ ഭംഗിയുള്ള ബെൻസീൻ്റെ മേക്കപ്പ് അഴിക്കുമ്പോഴേ അതിൻ്റെ നരച്ച മുടിയൊക്കെ കാണുള്ളൂ. എന്താ ബെൻസീൻ? നമുക്കറിയാം C6H6, 6 കാർബണും 6 ഹൈഡ്രജനും ചേർന്ന ഒരു റിംഗ് ആണ് ബെൻസീൻ. പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഭംഗിക്ക് ഈ ഒരു സാധനം മാത്രമാണ് തന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷെ നമ്മൾ റിയാക്ഷനിലേക്ക് പോകുമ്പോൾ പൊന്നു മക്കൾ ഇത് ചിന്തിക്കണം. 6 കാർബൺ, 1 2 3 4 5 6, ജംഗ്ഷനിലൊക്കെ കാർബൺ ഇടുക. 6 ജംഗ്ഷനിൽ 6 കാർബൺ. ഈ ഓരോ കാർബണും ഓരോ ഹൈഡ്രജൻ കൊടുക്കുക. ഇതാണ് ബെൻസീൻ. എത്ര പേർക്ക് മനസ്സിലായി? മേക്കപ്പ് ഉള്ള ബെൻസിനും മേക്കപ്പ് ഇടാത്ത ബെൻസീനാണ് തനി സ്വഭാവം അറിയുള്ളൂ. മേക്കപ്പ് ഇടാതെ നിൽക്കുമ്പോഴേ ശരിക്കത്തെ ഭംഗി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ബെൻസീൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? യെസ്, സെറ്റ്. എന്തിനാ സാർ ഇതിവിടെ പഠിപ്പിച്ചത്? പൊന്നു മക്കൾ ബുദ്ധി ഉപയോഗിക്കടാ. ഇതിലേക്ക് CH3Cl ആഡ് ചെയ്യുമ്പോൾ ഈ Hഉം ഈ Clഉം കൂടിയിട്ട് HCl പോകും. ഈ Hഉം ഈ Clഉം കൂടിയിട്ട് HCl പോകും. H പോയതിന് പകരമായിട്ട് CH3 ഇങ്ങോട്ട് വരും. H പോയതിന് പകരമായിട്ട് ആ CH3 അങ്ങോട്ട് വരും. ഇവിടുന്ന് ഒരു Hഉം ആ CH3Cl എന്നൊരു Clഉം കൂടി HCl പോകും. HCl പോയിട്ട് ആ H പോയതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് CH3 ഇങ്ങോട്ട് കയറും. ഇതിൻ്റെ പേരാണ് ടൊളുവീൻ. ശരിക്കും ഇങ്ങനെ വേണം റിയാക്ഷൻ പഠിക്കാൻ. സ്കൂളിൽ ഇപ്പോൾ ടീച്ചർ എന്ത് പറയും? മക്കളെ ഇത് കണ്ടോ ബെൻസീൻ, ഇത് പോട്ടെ, ഇതൊരു കാറ്റലിസ്റ്റ് പോലെയാണ്. CH3 അലുമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് എന്ന് വെച്ചാൽ ഒട്ടും ജലാംശമില്ലാത്ത അലുമിനിയം ക്ലോറൈഡ്. ഇതിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ മക്കളെ ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു Clഉം കൂടി HCl പോകുമെന്ന് പറയും നിങ്ങളോട്. ഇങ്ങനെ പറയാ മക്കളെ, ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു Clഉം കൂടി HCl പോവും. എന്നിട്ട് പകരം ഈ CH3 ഇങ്ങോട്ട് വരും എന്ന് പറയും. അപ്പോൾ നമ്മൾ വായ പൊളിക്കും. അയ്യോ ടീച്ചർ എവിടെ H? ടീച്ചർ പറഞ്ഞു ഇവിടുന്ന് Hഉം ഇവിടുന്ന് ഒരു Clഉം കൂടി HCl പോകുന്നത്. HCl പോയി, പകരം CH3 ഇങ്ങോട്ട് വരുന്നു. നമ്മളെന്താ ആലോചിക്കുക? അയ്യോ ടീച്ചർ എവിടെ H? എനിക്ക് കണ്ണ് കാണില്ലല്ലോ, H ഇല്ലല്ലോ. H ഉണ്ടടാ. ഇത് വൃത്തിയുള്ള രൂപമാണ്. അവിടെ എന്തുണ്ട്? H ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ റിയാക്ഷൻ്റെ പേരാണ് ഫിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നെയിംഡ് റിയാക്ഷനാണ്. ഫിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. ഞാൻ പിള്ളേരെ ഓർത്ത് വെക്കാൻ എന്ത് പറയുമല്ലോ, ക്രാഫ്റ്റ് വർക്ക്. ഈ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസൈൻ വർക്കാണ്. ഡിസൈൻ വർക്ക് ആരാ ചെയ്യുക? അലൂമിനിയം ഫാബ്രിക്കേഷൻകാരെ വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ ഡിസൈൻ വർക്ക് ചെയ്യുന്നത്. ആരാ ചെയ്യുക? ക്രാഫ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസൈൻ വർക്കാണ്. സ്കൂളിൽ ക്രാഫ്റ്റിൻ്റെ പീരീഡ് എന്ന് പറയുമ്പോൾ ഫുൾ ഡിസൈൻ വർക്കാണ്. ഈ ഡിസൈൻ വർക്ക് ആരാ ചെയ്യുക? അലുമിനിയം. അപ്പോൾ ഈ അലുമിനിയം ക്ലോറൈഡ് എവിടെ കണ്ടാലും ഫിഡൽ ക്രാഫ്റ്റിനെ ആലോചിക്കുക. ഇനി തെറ്റുവോ? സാറേ ഇങ്ങനെയൊക്കെയാണോ സാറേ റിയാക്ഷൻ പഠിക്കേണ്ടത്? ഇതൊക്കെ ഞങ്ങൾക്ക് മുന്നേ അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെ എത്തി സാർ? Is it superb or not? Please tell me, my dear students. How do you feel about this Friedel-Crafts reaction now? Simply superb. Yes. Quality will speak, my dear students. Quality will speak. Yes. പൊളിച്ചില്ലേ? ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ കാരണം. അപ്പോൾ അലുമിനിയം കണ്ട അപ്പോൾ ആലോചിച്ച ഫിഡൽ ക്രാഫ്റ്റ് വർക്കാണ് അലുമിനിയം ക്രാഫ്റ്റ് വർക്ക്. അലുമിനിയം ഫാബ്രിക്കേഷൻകാരെ ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പോൾ ക്രാഫ്റ്റ് ഫിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ടൊളുവിൻ കിട്ടും. ബെൻസീൻ വിൽ ബി കൺവേർട്ടഡ് ടു ടൊളുവിൻ. സാറേ സൂപ്പർ, സാറേ അടിപൊളി സാർ, നന്നായിട്ട് മനസ്സിലായി സാർ. സെറ്റല്ലേ? ഇപ്പോൾ ഒത്തിരി പഠിച്ചില്ലേ? എനിക്ക് സമാധാനമായിട്ടില്ല. എനിക്കിനി ഒരു 5-6 റിയാക്ഷനും ഒരു 2-3 കോൺസെപ്റ്റും കൂടി പഠിപ്പിച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ. എത്ര പേര് റെഡി? സാർ ഒരു 5-6 കോൺസെപ്റ്റും മൊത്തം ഒരു 10 ക്വസ്റ്റ്യനും കൂടി പഠിച്ചാൽ ഞങ്ങൾ ഹാപ്പി സാർ. ഹൗ മെനി ഓഫ് യു നീഡ് 10 more questions? സാറ് ക്ഷീണിച്ചിട്ടില്ല, സാറ് വൈബിലാണ്. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അവേഴ്സ്. നമ്മൾ 1 സെക്കൻഡും 1 മിനിറ്റിലാണ് ഓരോ സാധനം ക്ലോസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ടേക്ക് അവേഴ്സ്. യെസ്, ഗുഡ്. യെസ്, നമുക്ക് നോക്കാം. ഫിഡൽ ക്രാഫ്റ്റ് അടുത്ത് ഇങ്ങനെ ഒരു റിയാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ.
വുഡ്സ് റിയാക്ഷൻ. കേട്ടിട്ടുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ. Yes, 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 yes. Wood's reaction, Wood's reaction, Wood's reaction, Wood's reaction. Okay, here we go. Wood's reaction le നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് CH3Cl, ക്ലോറോമീത്തേൻ. ക്ലോറോമീത്തേൻ ഇത് 2 മോളിക്യൂൾ ഉപയോഗിക്കും. 2 മോളിക്യൂൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, 2CH3Cl എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, CH3Cl പ്ലസ് CH3Cl. ഓക്കെ, ഇതിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? എന്താ ആഡ് ചെയ്യുക? റോഡ് പണിക്ക് എന്താ ആഡ് ചെയ്യുക? മെറ്റലാ. നോക്ക്, 2 CH3Cl, 2 എണ്ണം ഉള്ളത് കൊണ്ടാണ് ഇവിടെ 2 എണ്ണം എടുത്തത്. ഇതിലേക്ക് 2 സോഡിയം മെറ്റൽ ആഡ് ചെയ്യുക. 2 സോഡിയം മെറ്റൽ ആഡ് ചെയ്യുക ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? ഈ 2 സോഡിയവും 2 ക്ലോറിനും കൂടി ചേർന്നിട്ട് 2 സോഡിയം ക്ലോറൈഡ് പോകും. ഈ 2 ക്ലോറിനും നമ്മളിട്ട 2 സോഡിയവും ചേർന്നിട്ട് 2 NaCl പോകും. ബാക്കി എന്തുണ്ട് സാർ? ഇവിടെ ഒരു CH3 ഉണ്ട് സാർ, ഇവിടെ ഒരു CH3 ഉണ്ട് സാർ. അത്രയേ ഉള്ളൂ. 2ഉം കൂടി ചേർന്നിട്ട് നമുക്ക് ഈതെയ്ൻ കിട്ടും. 2 കാർബണുള്ള സാധനം ഈതെയ്ൻ. ഇത്രയേ ഉള്ളൂ വുഡ്സ് റിയാക്ഷൻ. സാറേ എന്നാലും എങ്ങനെ സാറേ വുഡ്സ് എന്ന് ആലോചിക്കുക? വുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയണ വുഡ്സ് ഈ വുഡാണ്. വുഡ്സ് നമ്മൾ ഈ വുഡ്സ് എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഈ വുഡ്സ്, ഈ വുഡ് മരമാണ് ആലോചിക്കുക. മരം ഒരിക്കലും നനയരുത്. മരം നനഞ്ഞാൽ ചെതൽ പിടിക്കും. മരം നനഞ്ഞാൽ ചിതൽ പിടിക്കും. മരം, വുഡ്സ്, വുഡ്, വുഡ്സ്, മരം, വുഡ്സ്, 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 മരം, വുഡ്സ്, മരം. മരം ഒരിക്കലും നനയരുത്. മരം നനഞ്ഞാൽ ചെതൽ പിടിക്കും. മരം നനയാതെ നോക്കണം, ഡ്രൈ ആയിട്ട് നോക്കണം. ഈ ഡ്രൈ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈതർ ആഡ് ചെയ്തിരിക്കുന്നത്. പൊന്നുമക്കളെ, എവിടെയെങ്കിലും ഉണക്കാനിട്ടോ അത് മരമാണ്. ഡ്രൈ കണ്ടോ? വുഡ്സ്. ഇനി മറക്കുവോ? ഡ്രൈ ഈതർ കണ്ടോ? ഉണങ്ങാൻ, ഡ്രൈ ഉണങ്ങാനിട്ടുണ്ടെങ്കിൽ അത് വുഡ്സ്, മരമാണ്, വുഡ്സ്. ഇനി മറക്കുവോ? പ്ലീസ് റെസ്പോണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ. ഇത് ക്ലോറോമീത്തേൻ, ഇതിൻ്റെ പേര് ക്ലോറോമീത്തേൻ. ഇത് മറ്റൊരു ക്ലോറോമീത്തേൻ. ഇവിടേക്ക് 2 സോഡിയം മെറ്റൽ ആഡ് ചെയ്യാണ്. ഈ 2 സോഡിയവും ഈ 2 ക്ലോറിനും കൂടിയിട്ട് 2 NaCl പോകും. പിന്നെ ബാക്കിയുള്ളത് ഈ CH3യും ഈ CH3യും കൂടിയിട്ട് ഈതെയ്ൻ ഉണ്ടാവും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഓർത്ത് വെക്കാൻ എന്താ സാറ് പറഞ്ഞത്? വുഡ്സ്. ശരിക്കും വുഡ്സ് റിയാക്ഷൻ ഇതാണ് സ്പെല്ലിംഗ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് അറിയണം, വുഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മരമാണ് ഓർമ്മ വരിക. വുഡ്സ് വെറുതെ ഓർക്കാൻ, വുഡ്സ്. അപ്പം മരം എപ്പോഴും നനയാതെ സൂക്ഷിക്കണം. മരം നനഞ്ഞാൽ ചെതൽ പിടിക്കും. നനയാതെ സൂക്ഷിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഡ്രൈ ആയിട്ട്. അപ്പോൾ ഈ ഡ്രൈ ഈതർ എന്ന ആരോ മാർക്കിൻ്റെ മേലെ കണ്ടാൽ ഒന്നും നോക്കണ്ട, വുഡ്സ് റിയാക്ഷൻ. മെറ്റലിടും, നമുക്ക് ഡബിളായിട്ട് കിട്ടും. ഈ 2ഉം ചേർന്ന് കിട്ടും. ഈ വേണ്ടാത്ത ക്ലോറിനും സോഡിയൊക്കെ പോയിട്ട് ഈ CH3യും കൂടി ചേരും. സെറ്റ് അല്ലേ? വുഡ്സ് റിയാക്ഷൻ സെറ്റാണോ അല്ലയോ? പ്ലീസ് പോസ്റ്റ് സെറ്റ്. ഏകദേശം 1000-1300 പരം 1000-1300 പരം സ്റ്റുഡൻസ് ഈ ക്ലാസ്സിൻ്റെ ബെനിഫിഷ്യറീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷത്തിൽ. നാളത്തെ എക്സാമിന് ഇതെല്ലാം ചോദിക്കാൻ പ്രാർത്ഥിക്കാം ദൈവത്തിനോട്. ഇനി ഒരു 2-3 റിയാക്ഷൻ കൂടി നോക്കിയാലോ? റെഡി? ഇന്ന് സാറ് പഠിപ്പിച്ച റിയാക്ഷൻ എല്ലാം പഠിച്ചിട്ട് പോകണം നിങ്ങൾ. ഓക്കെ? യെസ്, ഗുഡ്. ഒരു റിയാക്ഷൻ വെറുതെ ഫിഡൽ ക്രാഫ്റ്റിൻ്റെ അസൈലേഷനും കൂടി എടുത്തു തരാം. ബെൻസീൻ അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് CH3COCl. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞു മക്കളെ, അലുമിനിയം കണ്ട അലുമിനിയം കണ്ടാൽ ക്രാഫ്റ്റ് വർക്ക്, അലുമിനിയം ഫാബ്രിക്കേഷൻകാരാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്ത് റിയാക്ഷനാണ്? ഫിഡൽ ക്രാഫ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? ബുദ്ധി ഉപയോഗിക്കുക. ഫിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്?
ജംഗ്ഷൻ എന്നൊരു എച്ച് പോവും, ഈ എച്ചും ഈ സി എല്ലും കൂടി എന്ത് പോവും? HCl പോകും. HCl പോയാൽ ബാക്കി എന്താ ഉള്ളത്? ഈ സാധനം ഇങ്ങോട്ട് കയറും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? COCH3. ആ COCH3 അപ്പോഴേ വെറും CH3 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ COCH3. ആ ജംഗ്ഷനിലേക്ക് എന്ത് വന്നു? COCH3. ഇതിൻ്റെ പേരാണ് അസറ്റോഫിനോൺ. ഇതും ഫ്രീഡൽ ക്രാഫ്റ്റിൻ്റെ വേറൊരു റിയാക്ഷനാണ്. ഇതും ഫ്രീഡൽ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു റിയാക്ഷനാണ്. സേസോർനോ ഇതൊക്കെ പഠിച്ചിട്ട് പോകണ്ടേ നാളെ? നമുക്ക് നാളെ പഠിച്ചിട്ട് പോകണ്ടേ? സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? വേഗം പറയാം. ഒരു കോൾബിൻ്റെയും കൂടി പഠിക്കാം. കോൾബിൻ്റെ പഠിച്ചിട്ട് ഐസോമെറിസം പഠിക്കാം. ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചോദിക്കാം. നമ്മൾ ഓസോണോളിസിസ് പഠിച്ചു. പിന്നെ കൺഫർമേഷൻ പറഞ്ഞു തരണം. കൺഫർമേഷൻ ചോദിക്കും. മാർക്കോണിക്കോഫ്, ആൻറ്റി മാർക്കോണിക്കോഫ് നമ്മുടെ കഴിഞ്ഞതാണ്. ഒരുവിധം എല്ലാ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസും നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഇനി നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് സെറ്റ് ആവാം. റെഡി? റെഡി ഓർ നോട്ട്? യെസ്. ഇനി ഒരു റിയാക്ഷൻ സാർ എഴുതാം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. വുഡ്സ് പോലെ തന്നെ, വുഡ്സ്, കോൾബ്, ഇതൊക്കെ സൂപ്പറാണ്. ഡബിളായിട്ട് തരും. സിംഗിൾ ഓംലെറ്റ് ചോദിച്ചാൽ ഡബിൾ ഓംലെറ്റ് തരുന്ന ആളുകളാണ് ഇവരൊക്കെ. സിംഗിൾ ഓംലെറ്റ് ചോദിച്ചാൽ ഡബിൾ ഓംലെറ്റ് തരുന്ന ആളുകളാണ് ഈ വുഡ്സ്. ഓക്കെ, ഇതാ പൊട്ടാഷ്യം സോൾട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ, 2 മോളിക്യൂൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിനെ ഇലക്ട്രോലിസിസിന് വിധേയമാക്കുമ്പോൾ, എന്തിന് വിധേയമാക്കുമ്പോൾ? ഇലക്ട്രോലിസിസ് അല്ലേ? ഇലക്ട്രോലിസിസ് നമ്മൾ പഠിച്ചിട്ടില്ലേ 10ാം ക്ലാസ്സിൽ? വൈദ്യുതി വിശ്ലേഷണം എന്താ നിങ്ങൾ പറയുക? ഇലക്ട്രോലിസിസ്. ഒന്നും നോക്കണ്ട. ഈ വേണ്ടാത്ത സാധനം നമ്മൾ നോക്കുക വേണ്ട. ഇത് ഡബിളായിട്ട് കിട്ടും. CH3 CH2 നോക്കിയേ, CH3 CH2 രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു CH2 CH3 നോക്ക്. CH2 CH3 അതേപോലെ ഒന്നും കൂടി എഴുതുക. CH2 CH3 രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നോക്ക്. 2 കാർബണുള്ള സാധനം ഉപയോഗിച്ച് നമുക്ക് 4 ഉള്ളത് കിട്ടി. ഈ റിയാക്ഷൻ്റെ പേരാണ് കോൾബ് ഇലക്ട്രോ. ഈ സാധനം പേടിക്കാൻ വേണ്ട, അതിനങ്ങോട്ട് വെട്ടിക്കളയുക. എന്നിട്ട് ഇത് 2 ഉള്ളതുകൊണ്ട് 2 തവണ അത് എഴുതി. ദാറ്റ്സ് ഓൾ. കോൾബ്സ് ഇലക്ട്രോളിസിസ് ഈസ് വെരി 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 സിമ്പിൾ. Am I right or not? ഇതിൽ സോഡിയം കാർബണേറ്റും കൂടി പ്ലസ് ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. മെയിൻ പ്രൊഡക്റ്റ് എഴുതാതെ വിടണ്ട. ഇവിടെ പൊട്ടാഷ്യം ഉപയോഗിച്ചുകൊണ്ട് K2 എന്ന് എഴുതിക്കുക. K2 Na2 പകരം K2. കോൾബ്സ് ഇലക്ട്രോളിസിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതങ്ങോട്ട് പോവും. സാറ് കറുപ്പിലിട്ടത് അങ്ങോട്ട് ഒഴിവാക്കുക. ഇത് 2 ടൈം അങ്ങോട്ട് എഴുതി വെക്കുക. ഇതെങ്കിലും ഓർത്ത് എഴുതണം. ദിസ് ഈസ് കോൾഡ് ആസ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. യെസ്, ക്ലിയർ ആയോ? അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടി സാറ് പറഞ്ഞുതരാം. 2 റിയാക്ഷനിലാണ് സാധനങ്ങൾ ഡബിൾ ആവണത്. ഒന്ന് വുഡ്സ്, ഇത് എഴുതിക്കോ. 1 ഉറുപ്പ വെച്ചാൽ 2 ഉറുപ്പയായിട്ട് തരുന്ന സാധനങ്ങൾ റിയാക്ഷൻ. 1 രൂപ വെച്ചാൽ 2 രൂപയായിട്ട് കിട്ടുന്ന റിയാക്ഷൻസ്. 2 റിയാക്ഷൻസ്. ഒന്ന് വുഡ്സ് റിയാക്ഷൻ, മറ്റൊന്ന് കോൾബ്സ് ഇലക്ട്രോളിസിസ്. എന്താ സാർ അങ്ങനെ പറഞ്ഞ്? ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? CH3Cl 2 മോളിക്യൂൾ എടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ എന്ത് ആഡ് ചെയ്തു? 2 സോഡിയം മെറ്റൽ ഡ്രൈ ഈതർ. നമ്മൾ എഴുതിയത് ഒന്നുകൂടി നിങ്ങൾ നോക്കിക്കോ. 2 സോഡിയം ഡ്രൈ ഈതർ. വുഡ്സ് മരം ഉണങ്ങാതെ നോക്കണം, ഡ്രൈ. അപ്പോൾ ഈ 2 സോഡിയവും ഈ 2 ക്ലോറിനും കൂടി എന്ത് പോയി? 2 NaCl പോയി. ബാക്കി എന്താ ഉള്ളത്? 2 CH3 നമ്മൾ എങ്ങനെ എഴുതി? ഒരു CH3 ഒരു CH3. അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം നമുക്ക് ഡബിളായി കിട്ടി. അവിടെ അതന്നെയല്ലേ ഇവിടെയും ഒന്ന് നോക്കിക്കേ. ഇവിടെ ആസിഡ് സാൾട്ട് ആണെന്ന് മാത്രം. CH3 CH2 COK അല്ലേ? CH3 നോക്കി, ഇത് 2ലും ഡബിളായിട്ടാണ് കിട്ടുന്നത്. ഇത് മറക്കാതിരിക്കാനാണ് സാറ് വീണ്ടും എടുത്ത് എഴുതിയത്. CH3 CH2 COK. ഇത് 2 എടുക്ക്. ഇലക്ട്രോളിസിസ് നടത്ത്. ഇതിനെ അങ്ങോട്ട് പറിച്ച് കളയി. മറ്റേത് കളഞ്ഞ പോലെ, ഈ ക്ലോറിൻ കളഞ്ഞ പോലെ
ഈ ക്ലോറിൻ കളഞ്ഞ പോലെ ഈ സാധനത്തിനെ അങ്ങോട്ട് പറിച്ച് കളഞ്ഞാൽ ഇതിനെ 2 പ്രാവശ്യം എഴുതുക. ഇതിനെ 2 പ്രാവശ്യം അവിടെ എഴുതി, ഇതിനെ 2 പ്രാവശ്യം എഴുതി. നോക്ക്, ഇതിനെ 2 പ്രാവശ്യം എഴുതി CH3. ഇനി ഇതിനെ 2 പ്രാവശ്യം എഴുതുക. മറ്റേതിനെ പറിച്ച് കളഞ്ഞു, 2 പ്രാവശ്യം എഴുതി. അപ്പോൾ എന്ത് കിട്ടി? CH3 ഈ 2 റിയാക്ഷൻ നമ്മളുടെ സിമിലാരിറ്റി എത്ര പേർക്ക് പിടികിട്ടി? സാറേ, വുഡ്സ് റിയാക്ഷനിലും കോൾബ് റിയാക്ഷനിലും ആ വേണ്ടാത്ത സാധനം അരിഞ്ഞു കളഞ്ഞിട്ട് ആ മറ്റേ സാധനത്തിനെ 2 പ്രാവശ്യം എഴുതിയാൽ മതി. എത്ര പേർക്ക് പിടികിട്ടി? പ്ലീസ് സേ യെസ്. സാറേ പൊളിച്ചു. ഇനി ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല സാർ. ഇനി ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല സാർ. അടിപൊളി സാറ്, സംഭവം പൊളിച്ചു. 1 ഇട്ടാലും 2 എഴുതാം. ഇവിടെ 2 തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഡബിളായിട്ട് തന്നെ എഴുതാം. ഈ റിയാക്ഷനിൽ ഇവിടെ നമുക്ക് 2 തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഡബിളായിട്ട് തന്നെ എഴുതാം. ഓക്കെ. ഇത്രയും ഞാൻ ഇന്ന് പഠിപ്പിച്ച റിയാക്ഷൻസ് പഠിച്ചാൽ തന്നെ മക്കളെ ഇതിന് അപ്പുറത്തേക്കൊരു റിയാക്ഷന് ചോദിക്കാനില്ല. അത്രയും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ലേ? വെറും 1-1.5 മണിക്കൂർ കൊണ്ട് എത്ര റിയാക്ഷൻസ് പഠിച്ചു, എത്ര കോൺസെപ്റ്റ്സ് പഠിച്ചു, എത്ര റൂൾസ് പഠിച്ചു. യെസ്. ഇനി ഇത് ചോദിക്കും, which is the isomerism shown by 2-butene? Which isomer is more polar? Polarity stable. ഇത് ഞാൻ അന്ന് ചെയ്താണ്, ഒന്നുകൂടി പറയാം, ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്. ബ്യൂട്ട് എന്ന് വെച്ചാൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. രണ്ടാമത്തെ പൊസിഷനിൽ, സെക്കൻഡ് പൊസിഷനിലാണ് ഈൻ. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ. രണ്ടാമത്തെ പൊസിഷൻ ബ്യൂട്ട് എന്ന് വെച്ചാൽ 4 കാർബൺ. 4 കാർബൺ സാറ് വരച്ചു. ബ്യൂട്ട് എന്ന് വെച്ചാൽ 4 കാർബൺ. 1 2 3 4 കാർബൺ ബ്യൂട്ട്. രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഈൻ. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഇട്ടു. ഇനി കാർബൺ C4 കാറ്റ്. നമ്മൾ LKGയിൽ C4 കാറ്റ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ C4 കാർബൺ ആണ്. പൂച്ച എപ്പോഴും 4 കാലിലാണ് വീഴുക, അതുപോലെ തന്നെ കാർബണും 4 കാലാണ്. ഇവിടെ 1 കാലേ ഉള്ളൂ, ബാക്കി 3 കാല് വെപ്പ് കാലാണ് ഹൈഡ്രജൻ. ഇവിടെ ഇപ്പോൾ 1 2 3 കാലായി വെപ്പ് കാല്. ഇത് 2 1 3 കാലായി 1 4. ഇവിടെ 1 ഉള്ളൂ, ബാക്കി വെപ്പ് കാലാണ് ഹൈഡ്രജൻ. സെറ്റാക്കി. ഇതിനെ ഒന്ന് വൃത്തിയായിട്ട് എഴുതുമ്പോൾ C ഡബിൾ ബോണ്ട് C. പ്രശ്നക്കാർ ഡബിൾ ബോണ്ടാണല്ലോ. C ഡബിൾ ബോണ്ട് C. യെസ്. ഈ കാർബണിൽ ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു CH3 ഉണ്ട്. നോക്ക്, ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു CH3 ഉണ്ട്. ഈ കാർബണിലോ ഒരു H ഉണ്ട്, ഒരു CH3 ഉണ്ട്. ഒരു H ഉണ്ട്, ഒരു CH3 ഉണ്ട്. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? C ഡബിൾ ബോണ്ട് C. ഇവിടെ ഒരു Hഉം ഈ കാർബണിന് ഒരു H ഉണ്ട്, ഒരു CH3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഡിറ്റോ H CH3. ഈ കാർബണിനും ഒരു H ഉണ്ട്, CH3 ഉണ്ട്. H ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതിലൊരു NH റോഡ് വരയ്ക്കുക. എന്ത് വരയ്ക്കുക? NH റോഡ്. നമുക്ക് റോഡിൽ എങ്ങനെ ഡിവൈഡർ അതിനുള്ളത്? ഇങ്ങനെ തന്നെ വരയ്ക്കണം. റോഡിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ തന്നെ വരയ്ക്കണം. NH റോഡ് വരച്ചു. റോഡ് വരച്ചിട്ട് ഒരേപോലുള്ള ഗ്രൂപ്പ് ഒരേ സൈഡാണെങ്കിൽ, സെയിം സാധനങ്ങൾ സെയിം സൈഡിലാണെങ്കിൽ ഈ ഐസോമറിനെ പറയുന്ന പേരാണ് സിസ്. സെയിം സൈഡിൽ ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. നോക്കി, ഇവിടെ ഒരു Hഉം CH3 ആണ്. സെയിം സൈഡിൽ ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്. അപ്പോൾ ഇതിൽ എന്ത് ഐസോമറിസം കാണിക്കുക? സിസ് ട്രാൻസ് ഐസോമറിസം. ഒരേ സാധനങ്ങൾ ഒരേ സൈഡ് വന്നാൽ സിസ്. സെയിം സിസ്. സെയിമിൽ സാന്നാണ്, സിസ്സിലും സിസ്സാണ്. സാ സൗണ്ട്. സിസ് സെയിം. സെയിം ഗ്രൂപ്പ് സെയിം സൈഡ് സിസ്. സെയിം ഗ്രൂപ്പ് ഡിഫറെൻറ്റ് സൈഡ്. ഒരേ സൈഡ് 2 ഡിഫറെൻറ്റ് സാധനം വന്നാൽ ദാറ്റ് ഈസ് ട്രാൻസ്. ഒരേ സാധനം സെയിം സൈഡിൽ സെയിം സാധനം വന്നാൽ സിസ് ഐസോമർ. സെയിം സൈഡിൽ ഡിഫറെൻറ്റ് സാധനം. 2 ഓപ്ഷൻ, 2 പോസിബിലിറ്റി നമ്മൾ വരച്ചു എന്ന് മാത്രം. നമ്മൾ തന്നെയാണ് ഇത് വരച്ചത്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു.
മാസ്റ്റർ കാർബൺ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണിൽ അത്യാഗ്രഹം കൂടുതൽ, അതിനെ നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ഡബിൾ ബോണ്ടിൽ പങ്കെടുത്തിരിക്കുന്ന ഈ രണ്ട് കാർബണിനെ നമ്മളിവിടെ വിളിച്ചു. ഈ കാർബണിനെ ഒന്ന് തൊട്ട് നിൽക്കുന്ന ഒരു എച്ച് ഉണ്ട്, ഇതേ കാർബണിനെ തൊട്ടിട്ട് ഒരു CH3 ഉണ്ട്, ഈ കാർബണിനെ ഒരു എച്ച് തൊട്ടിട്ടുണ്ട്, ഈ കാർബണിനെ ഒരു CH3 തൊട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. 2 ബ്യൂട്ടീൻ കാണിക്കുന്ന ഐസോമെറിസം സിസ് ട്രാൻസ് ഐസോമെറിസം. ഏത് ഐസോമെറിസമാണ്? ബ്യൂട്ടിറ്റൂയിൻ അല്ലെങ്കിൽ 2 ബ്യൂട്ടീൻ കാണിക്കുന്ന ഐസോമെറിസത്തിന്റെ പേരെന്താ? സിസ് ട്രാൻസ് ഐസോമെറിസം. അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേരെന്താ? ജിയോമെട്രിക്കൽ ഐസോമെറിസം. ഈ ഐസോമെറിസത്തിന് പറയുന്ന മറ്റൊരു പേരെന്താ? ജിയോമെട്രിക്കൽ ഐസോമെറിസം. ഇതിൽ ഏതാ കൂടുതൽ പോളാർ? സാറ് കഴിഞ്ഞ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, ഏതാ കൂടുതൽ പോളാർ എന്നാ സാറ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ആർക്ക് പറയാൻ പറ്റും? വിച്ച് വൺ ഈസ് മോർ പോളാർ? സിസ് ആണ് മോർ പോളാർ. പോളാർ എന്ന് വെച്ചാൽ ഏറ്റവും പ്രശ്നക്കാരൻ അല്ലേ? അടിപിടി. നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടിപിടി ഉണ്ടാക്കുന്നത് സിസ്റ്ററാണ്. അപ്പോൾ സിസ്സാണ് മോർ പോളാർ. പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്. നമ്മുടെ ഏറ്റവും സ്നേഹം കൊണ്ട് വഴക്കുണ്ടാക്കുന്നത് വീട്ടിൽ സിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ സിസ് ഈസ് മോർ പോളാർ. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബിൽഡിംഗ് അല്ലേ, ഓപ്പോസിറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ അടി, സ്നേഹം കൊണ്ടുള്ള അടി വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സിസ്റ്ററുകാരനാണ്. സിസ്സാണ് മോർ പോളാർ എന്ന് പഠിച്ചു വെക്കുക. സെറ്റാണോ? ഓക്കെ ആണോ? സിസ്റ്റർ ആൻഡ് ഐസോമെറിസം ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ കൺഫർമേഷനും കൂടി നോക്കാം. വേഗം കൺഫർമേഷനും കൂടി നോക്കാം. ഇഫ് യു ആർ റെഡി വി ക്യാൻ മൂവ് അഹെഡ് വിത്ത് കൺഫർമേഷൻ. അത് സൂപ്പറാ. ഓക്കെ അല്ലേ? ഇസ് ഇറ്റ് ഓക്കെ സ്റ്റുഡൻസ്? സെറ്റാണ് സാർ ഫ്രം ഓൾ ഓഫ് യു. ഗുഡ്. വേഗം. യെസ്. ഇനി ഇതൊന്നും കൂടി പാടത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് പൊന്നുമക്കളെ. കൺഫർമേഷൻ, ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? എന്താ കൺഫർമേഷൻ എന്നറിയോ? സാറ് പറഞ്ഞുതരാം. അപ്പൊ നോക്ക്, CH3 സിംഗിൾ ബോണ്ട് CH3. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കോൾഡ് ആസ് 2 കാർബൺ ഉണ്ടെങ്കിൽ എത്താണ്, ഈ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഏന്, ഈതെയിൻ. ഇതിൽ നോക്കിയേ, കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്. കാർബൺ സിംഗിൾ ബോണ്ട്. ഇതിനെ ഞാൻ ഇവിടെ നിർത്തി. എന്നിട്ട് ഈ ഹൈഡ്രജനൊക്കെ ഉണ്ടല്ലോ, ഒരു 3 ഹൈഡ്രജൻ ഇങ്ങനെ കൊടുത്തു, ഒരു Y ആയിട്ട്. എന്നിട്ട് ഇവിടെയുള്ള ഹൈഡ്രജനെ ഇങ്ങനെ കൊടുത്തു, തലകീഴായിട്ടുള്ള ഒരു Y ആയിട്ട്. നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക, ഈ കാർബൺ സിംഗിൾ ബോണ്ടിനെ നോക്കണം മക്കളെ. കാർബൺ സിംഗിൾ ബോണ്ടിനെ ഇവിടെ നിർത്തി വെച്ചിട്ട് നമ്മുടെ റുബിക്സ് ക്യൂബ് ഇല്ലേ, റുബിക്സ് ക്യൂബ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റുബിക്സ് ക്യൂബ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിൽ ആ നടുവത്തെ ദണ്ട് സ്ട്രോങ് ആണ്, അതവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചുറ്റും തിരിച്ചും കറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ടിനെ അവിടെ സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ട് ചുറ്റുമുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായി? റുബിക്സ് ക്യൂബായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു റുബിക്സ് ക്യൂബ്, നമ്മൾ അതിൻ്റെ നടുക്കത്തെ റോഡ് സ്ട്രോങ് ആണ്, ഒരു ദണ്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാം പിടിച്ച് കറക്കാൻ പറ്റണത്. അതേപോലെ ഒരു സിംഗിൾ ബോണ്ട് ഈതൈൻ്റെ കേസിൽ 2 കാർബണുണ്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈതൈൻ്റെ കേസിൽ ആ കാർബണും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. ചുറ്റുമുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുള്ള ആറ്റംസിനെ വി ക്യാൻ റൊട്ടേറ്റ് ആൻഡ് വി ക്യാൻ ചേഞ്ച്. The spatial arrangement of atoms around carbon single bond can be changed. എത്ര പേര് സമ്മതിച്ചു? സാർ മനസ്സിലായി. ഇത് രണ്ടിനെയും അവിടെ സ്ട്രോങ് ആയി നിർത്തിക്കൊണ്ട് ചുറ്റുമുള്ളതിനെ കറക്കി റുബിക്സ് ക്യൂബ് ചെയ്യണ പോലെ മാറ്റി മറിച്ചുകൊണ്ട് എനിക്ക് സംഭവങ്ങൾ മാറ്റാം, സ്പേഷ്യൽ അറേഞ്ച് മാറ്റാം. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? യെസ്. മക്കളെ, ഇതിനെയാണ് കൺഫർമേഷൻ എന്ന് പറയുക. തിരിച്ചും മറിച്ചും ഉണ്ടാക്കുന്ന സാധനങ്ങളെ കൺഫേമേഴ്സ് എന്ന് പറയും. അയ്യോ, ഇതായിരുന്നോ സാർ കൺഫർമേഷൻ? ഇപ്പോഴാണ് സാർ ഞങ്ങൾക്ക് മനസ്സിലായത് കൺഫർമേഷൻ. ദ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്, ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. സ്പേഷ്യൽ എന്ന് വെച്ചാൽ എന്താ? സ്പേസിന് ചുറ്റും. ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്. ആർക്ക് ചുറ്റും? കാർബൺ. എറൗണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് can be changed by rotation
ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് കൺഫർമേഷൻ. ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്പേസിൽ അറേഞ്ച് ചെയ്യണ ആരെ ആറ്റംസിനെയും ഗ്രൂപ്പ്സിനെയും എറൗണ്ട് കാർബൺ സിംഗിൾ ബോണ്ട്. ആ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ കൺഫർമേഷൻ എന്ന് വിളിക്കുക. നമ്മൾ തിരിച്ചും മറിച്ചും ഡിസൈൻ മാറ്റുമ്പോൾ അതിനെ പറയുന്ന പേര് കൺഫേമേഴ്സ്. സാറേ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കൺഫർമേഷൻ, ഞങ്ങൾ പ്രാന്തായിരിക്കായിരുന്നു സാർ കൺഫർമേഷൻ. ഇപ്പം സെറ്റായി സാർ, റുബിക്സ് ക്യൂബ് വന്ന് നമുക്ക് സെറ്റായി സാർ. ആ കാർബൺ സിംഗിൾ ബോണ്ടിനെ സ്ട്രോങ് ആക്കി നിർത്തിക്കൊണ്ട് ചുറ്റുമുള്ള ആറ്റംസിനെയും ഗ്രൂപ്പ്സിനെയും തകിടം മറിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ആറ്റംസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും അറേഞ്ച്മെൻറ്റ് മാറ്റിക്കളിക്കുന്നതിനെ വി ക്യാൻ കോൾ ആസ് കൺഫർമേഷൻ. ആ ഉണ്ടായ ഡിസൈനിനെ നമുക്ക് കൺഫേമേഴ്സ് എന്ന് വിളിക്കുക. സാറേ സൂപ്പർബ്, സിംപ്ലി സൂപ്പർബ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് എ റിയൽ നോളജ് റിഗാർഡിംഗ് കൺഫർമേഷൻ? പ്ലീസ് സേ യെസ്. ചോദിക്കുന്ന ആളെ പരീക്ഷയ്ക്ക് പ്ലീസ് സേ യെസ്, പ്ലീസ് സേ യെസ്. അപ്പം ആര്യ, യെസ്, ക്ലിയർ 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 ക്ലിയർ. ഇനി ഈ കൺഫർമേഷന് നമുക്ക് 2 മെത്തേഡ് പഠിക്കാനുണ്ട്. കൺഫർമേഷൻ എക്സാമിന് 2 ടൈപ്പായിട്ട് ചോദിക്കും മക്കളെ. കൺഫർമേഷൻ 2 ടൈപ്പായിട്ട് ചോദിക്കും, എഴുതിക്കോ. ഒരു മെത്തേഡാണ് ന്യൂമാൻസ് പ്രൊജക്ഷൻ എന്ന് പറയും, ന്യൂമാൻസ് പ്രൊജക്ഷൻ. 2 സോഹോഴ്സ് മോഡൽ. കൺഫർമേഷൻ 2 ടൈപ്പ് ഉണ്ട്, എക്സാമിന് ചോദിക്കും. പ്ലീസ് നോട്ട്, കൺഫർമേഷൻ ഈസ് ഓഫ് 2 ടൈപ്സ്. കൺഫർമേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ന്യൂമാൻസ് പ്രൊജക്ഷൻ, 2 സോഹോഴ്സ് മോഡൽ. 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 എന്തായാലും ഇത്രയും വലിയ ചാപ്റ്റർ നമ്മൾ അതിനെ വിലയില്ലാതെ ആക്കി, ചവിട്ടി പപ്പടമാക്കിയില്ലേ വരുന്നേ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഇത്രയും വലിയ റിയാക്ഷൻസ് ഉള്ള ചാപ്റ്ററിനെ സാറ് വിലയില്ലാതെ ആക്കിയില്ലേ, അതിനൊന്നുമില്ലാതെ ആക്കിയില്ലേ, അല്ലേ? യെസ്. What about you students? Are you happy? Are you happy? Shaiman sir alla, Srijit sir. My name is Srijit. പേര് മാറ്റില്ലടാ, എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ശ്രീജിത്ത് സാർ, ചെയർമാൻ ഓഫ് KBS അക്കാഡമി. യെസ് യെസ്, ഓക്കെ. സെറ്റല്ലേ? യെസ്, ഗുഡ് ഗുഡ്. സത്യം സാറ് തൂക്കി. സത്യം സാറ് തൂക്കി എന്നാണ് അല്ലേ? ഷാന്നല്ല. ഓക്കെ. ഞാൻ സത്യനല്ല, ഞാൻ ശ്രീജിത്താണ്. ഓക്കെ. അപ്പോൾ എന്താണ് ന്യൂമാൻ പ്രൊജക്ഷൻ? സാറ് സൂപ്പറായിട്ട് പറഞ്ഞുതരാം മക്കളെ, സൂപ്പറായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കുതിരയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. കുതിരയെ കണ്ടു, ഹോഴ്സ്, കുതിരയെ കണ്ടു. സോഹോഴ്സ് മോഡൽ, കുതിരയെ കണ്ട മോഡൽ നോക്കാം. ഇതിൻ്റെ മോഡലാണ് ചോദിക്കുക. സോഹോഴ്സ്, ഈതെയിൻ എന്ന് വെച്ചാൽ, എത്തെന്ന് വെച്ചാൽ 2 കാർബൺ ഉള്ള സിംഗിൾ ബോണ്ടഡ് സാധനം. എന്താ സിംഗിൾ ബോണ്ട് എന്ന് എങ്ങനെ മനസ്സിലായി? സാറേ ANE ആവുമ്പോൾ സിംഗിൾ ബോണ്ടാണല്ലോ. ഈതെയിൻ. ഇതിൻ്റെ സോഹോഴ്സ്, കുതിരയെ കണ്ട മോഡൽ കൺഫർമേഷൻ. സോഹോഴ്സ് മോഡൽ വരയ്ക്കാൻ പറഞ്ഞാൽ സാറ് വരയ്ക്കണം, നോക്കിക്കോ. ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയണ്ട. ആദ്യം സാറ് ഒരു ക്യാപിറ്റൽ ലെറ്റർ Y വരച്ചു. കുറച്ച് ദൂരെ ആ ക്യാപിറ്റൽ Yയെ തലകീഴാക്കി വരച്ചു. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ട് കണക്ട് ചെയ്തു. നോക്ക്, ഒരു ക്യാപിറ്റൽ Y വരച്ചു, ക്യാപിറ്റൽ Yയെ തലകീഴാക്കി വരച്ചു. ഈ നടുവിലുള്ള ഭാഗമാണ് 2 കാർബൺ. ഈ 2 വെള്ള സാധനങ്ങളാണ് കാർബൺ. ഈ കൊമ്പുകളാണ് ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ, 1 2 3 4 5 6. எப்படி இருக்கு? சூப்பரா இல்லையா? ப்ளீஸ் போஸ்ட் எஸ் இஃப் இட் இஸ் சூப்பர் மை டியர் ஸ்டூடெண்ட்ஸ். ഇതിനെയാണ് സാർ തല്ലിപ്പൊളിയായിട്ട് പഠിച്ചത്. ഇത് അടിപൊളിയല്ലേ സാർ? ഒരു ക്യാപിറ്റൽ Y വരച്ചു, ആ ക്യാപിറ്റൽ Yനെ ഇൻവേർട്ട് ചെയ്ത് വരച്ചു, തലകീഴാക്കി വരച്ചു. അതിന് നമ്മൾ റുബിക്സ് ക്യൂബിൽ ഒരു കാർബൺ സിംഗിൾ ബോണ്ട് വെച്ചിട്ടല്ലേ തിരിക്കാൻ പറ്റുള്ളൂ. ആ ബോണ്ട് കണക്ട് ചെയ്തു. ഇതിനെയാണ് സാർ 2 കാർബണാണ് ഈ 2 മിഡിൽ പോയിന്റ്, മറ്റ് 6 പോയിന്റാണ്, 6 ഹൈഡ്രജനാണ് ഈ 3 6 ഹൈഡ്രജൻ. സാറേ സിംപ്ലി സൂപ്പർ. ഇനി ഒരാൾ ചോദിക്കുകയാണ്, സാർ എന്തിനാ ഈ തലകീഴാക്കി വരച്ചത്? എനിക്ക് 2 ശരിക്കത്തെ Y വരയ്ക്കണം. നീ വരച്ചോ, ശരിക്കത്തെ Y വരച്ചോളൂ. നീ 2 ശരിക്കത്തെ Y തന്നെ വരച്ചോ.
രണ്ടും ഒരേപോലെ ആകുമ്പോൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ ആൾ നിൽക്കുമ്പോൾ ബാക്കിലുള്ള ആളെ കാണില്ല, അയാൾ മറിയുക എന്നുള്ളതിന് എന്താ പറയുക, നമ്മൾ ഗ്രഹണം, എക്ലിപ്സ്ഡ് ഫോം. ഒന്ന് മേലേക്കും താഴേക്ക് നിൽക്കുമ്പോൾ സ്റ്റാഗേർഡ് ഫോം. സാറേ പൊളിച്ച അടിക്ക് സംഭവം. ഒന്ന് മേലെയും താഴെയും നിൽക്കുമ്പോൾ രണ്ടും വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് സ്റ്റാഗേർഡ് ഫോം. രണ്ടും ഒരേപോലെ വരച്ചാൽ ഒന്ന് മുമ്പിൽ നിന്നാൽ മറ്റേതിനെ കാണില്ല. ഗ്രഹണം, ഇപ്പോൾ ചന്ദ്രഗ്രഹണം കഴിഞ്ഞു എന്ന് പറയില്ലേ, ഒന്നിൻ്റെ ബാക്കിൽ മറ്റേത് ഒരേപോലെ നിന്ന് കഴിഞ്ഞാൽ കാണില്ല. ഗ്രഹണം, എക്ലിപ്സ്ഡ് ഫോം. സാറെ തൂക്കി പൊളിച്ചു. വെറും ക്യാപിറ്റൽ വൈ വെച്ചിട്ട് സാറ് കൺഫർമേഷൻ തീർത്തു. 2 വൈ ഒരേപോലെ വരച്ചാൽ ഗ്രഹണം, 1 വൈ മേലെയും 1 വൈ താഴ്ത്തിക്കുമായിട്ട് വരച്ചാൽ സ്റ്റാഗേർഡ് ഫോം. പൊളിച്ചു. ആര്യ വരുന്നുണ്ട്, കൊണ്ടുപോയി എന്ന്. സാറേ ഇങ്ങനെയൊക്കെയല്ലേ സാറേ പഠിക്കേണ്ടത്? ഇതൊക്കെ മിസ് ചെയ്തവരെ നമ്മൾ എന്ത് പറയണം? നിങ്ങൾ പറയാം. ഇതൊക്കെ മിസ് ചെയ്യണവരെ നമ്മൾ എന്ത് പറയണം? ഇതൊക്കെ എത്ര എഫേർട്ട് ഇടണം? 1 മണിക്കൂർ 1/2 മണിക്കൂർ ഇരുന്നിട്ടാണ് ഓരോരുത്തർ ഇതൊക്കെ പഠിക്കുക. ഇത് നമ്മൾ ഒരു 1.5 മണിക്കൂറിൽ കംപ്ലീറ്റ് ഹൈഡ്രോ കാർബൺസ് നമ്മൾ തൂക്കി. ഹൗ ഈസ് ദിസ് മൈ ഡിയർ സ്റ്റുഡൻസ്? പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വന്നാലോ? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഫോം ഉണ്ട്, ഇടയിലുള്ള ഫോമിനെ പറയുന്ന പേരാണ് സ്ക്യൂ ഫോം. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി നിങ്ങൾ. സ്ക്യൂ ഫോം, ഇന്റർമീഡിയറ്റ്, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഫോമിനെ പറയുന്ന പേരാണ് എന്ത്? സ്ക്യൂ ഫോം. സ്ക്യൂ എടിപ്പെട്ട് ഞെരിഞ്ഞു എന്ന് വിചാരിച്ച്, എടിപ്പെട്ട് ഞെരിങ്ങ, സ്ക്വീസ്ഡ്, സ്ക്യൂ ഫോം. എടിപ്പെട്ട ആളെ പറയുന്ന പേര് സ്ക്യൂ. എടിപ്പെട്ട വി വിൽ ഗെറ്റ് സ്ക്വീസ്ഡ്. എടിപ്പെട്ട അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് 2 ഫോമും പഠിച്ചാൽ മതി, സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും. ഇനി എന്താ പരീക്ഷയ്ക്ക് ചോദിക്കുക അറിയോ? വിച്ച് ഈസ് മോർ സ്റ്റേബിൾ. പരീക്ഷയ്ക്ക് ചോദിക്കും വിച്ച് ഈസ് മോർ സ്റ്റേബിൾ. അതിനും സാറുടെ വഴിയുണ്ട് കേട്ടോ. സ്റ്റേബിൾ, STA വരുന്നത് സ്റ്റാഗേർഡിലാണ് സാർ. സ്റ്റാഗേർഡിൽ STA ഉണ്ട്, സ്റ്റേബിളിലും STA ഉണ്ട്. സ്റ്റാഗേർഡ് ആയിരിക്കും എപ്പോഴും മോർ സ്റ്റേബിൾ. ഇനി മറക്കുകയില്ല സാർ. സ്റ്റാഗേർഡിൽ STA ഉണ്ട്, സ്റ്റേബിളിലും STA ഉണ്ട്. സ്റ്റാഗേർഡ് ആയിരിക്കും എപ്പോഴും മോർ സ്റ്റേബിൾ. സ്റ്റാഗേർഡ് ആയിരിക്കും. പൊളിച്ചോ ഇല്ലയോ? യെസ്. ഗുഡ് ഗോയിങ്. പൊളിച്ചു സാർ. മുതലായി സാർ. 1.5 മണിക്കൂർ അടിച്ച് മുതലാക്കി സാർ. തൂക്കി. ഹൈഡ്രോ കാർബൺസും കഴിഞ്ഞ ക്ലാസ്സിൽ സം പ്രിൻസിപ്പിൾസ് അല്ലേ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ തൂക്കി. ഇനി ഒരു പ്രൊജക്ഷനും കൂടി ഉണ്ടല്ലോ. ഏതാ വരണേ പ്രൊജക്ഷൻ? പറഞ്ഞോ. ഏതാ പ്രൊജക്ഷൻ? പറഞ്ഞോ. സോഹോൾസ് കഴിഞ്ഞു. ഇനി ഏതാ പ്രൊജക്ഷൻ? കൺഫർമേഷന്റെ പ്രൊജക്ഷൻ ഏതാ? യെസ്, ന്യൂമാൻ. പുതിയ മനുഷ്യൻ. ന്യൂമാൻ. യെസ്, ഹിയർ വി ഗോ. അപ്പൊ സോഹോൾസ് ജസ്റ്റ് വെറുതെ വരച്ചു, റഫായിട്ട് വരച്ചു. ന്യൂമാൻസ് പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം? ഒന്നുമില്ല കേട്ടോ, സിമ്പിളാ. ന്യൂ എന്ന് വെച്ചാൽ പുതിയ മനുഷ്യൻ. പുതിയ ആൾ എപ്പോഴും 0 എന്നാ തുടങ്ങുക. അതാ ഒരു വൈ വരച്ചു. ഇനി തലകീഴാക്കി ഒരു വൈ വരച്ചു. ഇതാ, വേറൊന്നും ചെയ്തില്ല. അപ്പോഴേ വരച്ചോലെ ഒരു വൈ വരച്ചു, തലകീഴാക്കി ഒരു വൈ വരച്ചു. ആ തലകീഴാക്കിയ സാധനത്തിന് ഉള്ളിൽ കാണിക്കണ്ട, വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട്. ഒരു ക്യാപിറ്റൽ വൈ വരച്ചു, ഒരു ശരിക്കത്തെ വൈ വരച്ചു. ഇതാ ഒരു ഇൻവേർട്ടഡ് വൈ വരച്ചു. നോക്കി, ഇൻവേർട്ടഡ് വൈ ആണ് ഇതാ. ആ ഇൻവേർട്ടഡ് വൈയിൽ അത് മായ്ച്ചു എന്ന് മാത്രം, ഇത് ഞാൻ കളഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ? ഹൗ ഈസ് ദിസ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഈസ് ഇറ്റ് സൂപ്പർ ഓർ നോട്ട്? ഇത്രയേ ഉള്ളൂ ന്യൂമാൻ. പൊളിച്ചു. അല്ല സാർ, അപ്പൊ ഇതിന്റെ എക്ലിപ്സ്ഡോ? എക്ലിപ്സ്ഡ്. ഒരു വൈ വരച്ചു, അതേപോലെ ഒരു വൈ കൂടി വരച്ചോ. എക്ലിപ്സ്ഡ്. വൈല കളി, കംപ്ലീറ്റ് കളി ക്യാപിറ്റൽ വൈലാണ്. ആരോടും പറഞ്ഞു കൊടുക്കണ്ട. ഈ സീക്രട്ട് ഒന്നും ആർക്കും ഷെയർ ചെയ്യണ്ട. കംപ്ലീറ്റ് കളി വൈല. വൈ വെച്ച കൺഫർമേഷൻ കഴിഞ്ഞു. നമ്മളോടെ കളി ശ്രീജിത്ത് സാറിന്റെ പിള്ളേരോടെ, ABS മക്കളോടെ കളി. സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള സാധനത്തിന് എന്താ പറയുക? ഈ രണ്ടിന്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങിയ സാധനത്തിന് എന്താ പറയുക? സ്ക്വീസ്ഡ് എന്ന് പറയുമ്പോൾ സ്ക്യൂ. ഇടയിലുള്ള ഫോമിന് എന്താ പറയുക? സ്ക്യൂ ഫോം. SKEW. സ്ക്യൂ ഫോം. കറക്റ്റ് ശ്രീഷ്മ. സ്ക്യൂ ഫോം ഇടയിലുള്ളത്. ഏതാ കൂടുതൽ സ്റ്റേബിൾ? വിച്ച് ഈസ് മോർ സ്റ്റേബിൾ?
Who is going to tell me the answer? Which is more stable? Which is more stable? Which is more stable? Staggered. എന്താ ഓർത്ത് വെക്കാൻ സാർ പറഞ്ഞത്? സ്റ്റാഗേർഡിൽ എസ് ടി ഉണ്ട് സാർ, സ്റ്റേബിളിലും എസ് ടി ഉണ്ട് സാർ. സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ, സ്റ്റാഗേർഡ്. ന്യൂമാൻ, പുതിയ മനുഷ്യൻ. ന്യൂ എന്ന് പറയുമ്പോൾ 0 നിന്ന് തുടങ്ങണം. അപ്പം നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ വരുവേ. പരീക്ഷയ്ക്ക് എന്താ കൺഫ്യൂഷൻ എന്നറിയോ? സാറേ ഏത് ഫോമിലാണ് ഈ 0 ഇടേണ്ടത്? ഈ 0 എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മനുഷ്യൻ, ന്യൂ മാൻ. ഒരു പുതിയ മനുഷ്യൻ 0 നിന്നാണ് തുടങ്ങുക. അപ്പം ന്യൂമാനാണ് 0 നിന്ന് തുടങ്ങുന്നത്. കുതിരയെ കണ്ടവനൊന്നും 0 നിന്നല്ല തുടങ്ങുന്നത്, വെറുതെ വൈകിട്ട് വരച്ച് വിട്ടാൽ മതി. ക്ലിയർ? ന്യൂ മാൻസ് പ്രൊജക്ഷൻ, പുതിയ മനുഷ്യൻ, പുതിയത്, ന്യൂ. എപ്പോഴും എന്തിനാ തുടങ്ങുക? 0 നിന്നാണ് തുടങ്ങുക. അപ്പം ന്യൂമാൻ പ്രൊജക്ഷൻ വന്നാൽ സർക്കിൾ ഇട്ട് വരയ്ക്കണം, 0 ഇട്ട് വരയ്ക്കണം. ഒരു വൈ വരച്ചു, ഇൻവേർട്ടഡ് വൈ വരച്ചു, തലകീഴാക്കി ഒരു വൈ വരച്ചു, ക്യാപിറ്റൽ. ഒരു വൈ വരച്ചു, അതിൻ്റെ ബാക്കിൽ വേറൊരു വൈ. സെറ്റ്. പ്രൊജക്ഷൻസ് കംപ്ലീറ്റ് സെറ്റായോ? എന്നാൽ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി എഴുതിയിട്ട് നമുക്ക് വിടാം. ഓക്കെ അല്ലേ? അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ എനിക്ക് തന്നാൽ കൊള്ളാമെന്ന് തോന്നി. നാളെ ഈ ക്വസ്റ്റ്യൻ വരാൻ ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോ. ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ തരാമെന്ന് തോന്നി എനിക്ക്. ഓക്കെ, എഴുതിക്കോ. 1 ആൽക്കൈൻസ്, ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് കേട്ടോ, ട്രിപ്പിൾ ബോണ്ട്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. 1 ആൽക്കൈൻസ് ആർ വീക്ക്ലി അസിഡിക്. ഇത് ചോദിച്ചാൽ ചിലപ്പോൾ നാളെ നമ്മുടെ പിള്ളേർ വിട്ടിട്ട് വരും. അസിഡിക് ഇൻ നേച്ചർ. Give any two reactions. Give any two reactions to show acidic nature of. നാളെ ഗീവ് റീസൺ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ വരും. ഈഥൈൻ. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ ഈ ചോദ്യമൊക്കെ ചോദിക്കാം. അപ്പം നമ്മുടെ പിള്ളേർ എഴുതിയിട്ടുണ്ടാവണം, നമ്മുടെ മക്കൾ എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ പറയുന്നത് സെൻറ്റൻസ് പെട്ടെന്ന് എഴുതിക്കോ, ആൻസർ വേഗം എഴുതിയെടുത്തോ. രണ്ട് റിയാക്ഷൻസ് തരാൻ പറഞ്ഞിട്ട്, 2 സിമ്പിൾ റിയാക്ഷനാണ്. എഴുതിക്കോ. റിയാക്ഷൻ നമ്പർ 1 ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഈഥൈൻ reacts with sodium to give monosodium ethanide. ഈഥൈനാണ്. എത്തനൈഡ് ആൻഡ് ഡൈസോഡിയം എത്തനൈഡ് sodium ethanide with liberation of hydrogen. അതെന്തിനാ സാർ ഇവിടെ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഒക്കെ പറഞ്ഞത്? ഹൈഡ്രജൻ പോകുന്ന എന്തിനാ അവിടെ പറയേണ്ടത്? പൊന്നു മക്കളെ, ഹൈഡ്രജൻ ഒരു സാധനം, ഹൈഡ്രജൻ പോയി കിട്ടിയില്ലേ? യെസ്, കുഴപ്പമില്ല കേട്ടോ, നമുക്കൊന്നുകൂടി എഴുതാം. എഴുതിയില്ലല്ലോ? ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ എല്ലാവരും? ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ എല്ലാവരും? ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ എല്ലാവരും? യെസ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതിക്കോ, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്താലോ. ഒന്നുമില്ല. ഈഥൈൻ റിയാക്ട്സ് വിത്ത് സോഡിയം ടു ഗീവ് എന്താ സാർ പറഞ്ഞ്? മോണോസോഡിയം എത്തിനൈഡ്. മോണോസോഡിയം എത്തിനൈഡ് ആൻഡ് ഡൈസോഡിയം എത്തിനൈഡ് അല്ലേ? എത്തിനൈഡ് ഈ ദൈനല്ലേ, THY തന്നെയല്ലേ, അതുകൊണ്ടാണ് ഈ ദൈൻ ഉപയോഗിക്കണം. ഈ THY ആയതുകൊണ്ട്. എലോങ് വിത്ത് ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ. എന്തിനായി ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് ബോർഡ് മൊത്തത്തിൽ പോയത്. എന്തിനാ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്ന സാധനത്തിനെയാണ് ആസിഡ് എന്ന് പറയുക. അപ്പോൾ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആ സാധനത്തിന് അസിഡിക് സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞുള്ളൂ. ക്ലിയർ? ഹൈഡ്രജൻ ലിബറേറ്റ്. രണ്ടാമത്തെ റിയാക്ഷൻ ഈഥൈൻ, സെയിം ഈഥൈൻ റിയാക്ട്സ് വിത്ത് സോഡാമൈഡ്.
സോഡ മാവല്ല, സോഡ മൈഡ്, സോഡ അമൈഡ്. നമ്മൾ ലൈം സോഡ എവിടെ പഠിച്ചല്ലോ? ലൈം സോഡ ഗീവ്സ് ലിബറേഷൻ ഓഫ് അമോണിയ. അമോണിയ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇത് അസിഡിക് ആണ്. അമോണിയ, NH3 മീൻസ് അമോണിയ കേട്ടോ. NH3 മീൻസ് അമോണിയ. അമോണിയ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റിയാക്ഷൻസും ആണ് ഈത്തൈൻ അസിഡിക് ആണെന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് ആസ് ഈത്തൈൻ ഈസ് സ്ലൈറ്റ്ലി അസിഡിക്. ഈത്തൈൻ അസിഡിക് ആണെന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ കഷ്ടമാകുമ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ പെടാൻ പാടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കഷ്ടമാകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിക്കും. എൻ്റെ പൊന്നു മക്കൾ ഒരിക്കലും ട്രാപ്പിൽ പെടാൻ പാടില്ല. ഓക്കെ, കെമിസ്ട്രി എപ്പോഴും പഠിക്കുമ്പോൾ പഠിച്ച് തീർന്നില്ല എന്ന് തോന്നാറാണ് എല്ലാവർക്കും പതിവ്. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പഠിപ്പിച്ചത് ഫുള്ള് പഠിക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒരു 5 or 6 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കില്ല. ഇതുവരെ അങ്ങനെ. ഇനി ഭയങ്കര കഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫുള്ള് പഠിച്ചിട്ട് പോവുക. സമയമുള്ളവർ ഫുള്ള് പഠിക്കുക, അല്ലാത്തവർ ഓർഗാനിക് കംപ്ലീറ്റ് ഇപ്പോൾ സാർ പഠിപ്പിച്ചതെല്ലാം പഠിക്കുക. ഒപ്പം പഴയ പാഠങ്ങൾ, വലിയ വലിയ പാഠങ്ങൾ നമുക്ക് എത്തിപ്പോണില്ലെങ്കിൽ അതിൽ PYQs എങ്കിലും പഠിച്ചിട്ട് പോവുക. കെമിസ്ട്രിയിൽ ഒരു ഗുണം എന്താ? ഡെറിവേഷൻ അധികം ഇല്ല, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ +1 +2 ആയിരുന്നു ഞങ്ങൾക്ക് ബോർഡ് എക്സാം. ഞാൻ 1 ദിവസം 2 ദിവസം കൊണ്ടാണ് മൊത്തം കെമിസ്ട്രി ഞാൻ അന്ന് തീർത്തിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. എനിക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു, പഠിച്ചത് ലാസ്റ്റ് ദിവസം എന്നല്ല, പക്ഷേ ഒന്നിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തൊക്കെയോ എനിക്ക് വീട്ടിൽ വന്ന ഫംഗ്ഷൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ബോർഡ് എക്സാമിന് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി 70 ബോർഡ് എക്സാം മാർക്ക് കൂടിയിട്ട് ഇറ്റ് ഈസ് 98 out of 100. ഞങ്ങൾക്കന്ന് +2 മാത്രമായിരുന്നു ബോർഡ് എക്സാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇപ്പോഴും നമ്മൾ വൈകിട്ടില്ല, അടിപൊളിയായിട്ട് പഠിക്കുക. ഞാനിനി കുറച്ച് കുട്ടി വീഡിയോസും കൂടി നിങ്ങൾക്ക് ഇട്ട് തരാം ഗ്രൂപ്പിൽ. കമ്മ്യൂണിറ്റിയിൽ ചെറിയ വീഡിയോസ്, ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മറ്റ് ഓർഗാനിക് അല്ലാത്ത ചാപ്റ്റേഴ്സിൻ്റെയും കൂടി പറ്റുമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് തരാം. നിങ്ങൾ അടിച്ച് പൊളിച്ച് പഠിക്കുക. ഹാപ്പിയാണോ? നിങ്ങൾ ഹാപ്പിയാണോ? ഒന്ന് ചാറ്റ് ബോക്സിലിട്ടേ. ഹാപ്പിയാണോ? ചാറ്റ് ബോക്സിൽ ആർ യു ഹാപ്പി? നിങ്ങളുടെ ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ഓർഗാനിക് സാർ ഇത്രയും സിമ്പിളാക്കി